ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്ന ഏത് ഏജൻസിയോടും സഹകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞു. എന്നാൽ FCRA നിയമത്തിൻ്റെ മറ പിടിച്ച് CBIയെ രാഷ്ട്രീയ ലാക്കോടെ ഇറക്കിയാൽ വകവെച്ചു തരില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. CBI കേസെടുത്തതിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിശദീകരണം CBIയെക്കുറിച്ച് വലിയൊരു ചർച്ചയ്ക്ക് കളമൊരുക്കുകയാണ്. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ തോറ്റമ്പിയ CBIയുടെ കേരളത്തിലേക്കുള്ള ഈ വരവ് പല ചോദ്യങ്ങളും ഉയർത്തുകയാണ്. നമുക്ക് നോക്കാം. ഈ ചർച്ചയിലേക്കടക്കം ഉയർന്നുവരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. CBIക്കെതിരായ ലൈഫ് ഹർജി അതീവ ഗൗരവമുള്ളതോ? ഹൈക്കോടതിയിൽ സർക്കാരിന് തിരിച്ചടിയെന്ന വാദത്തിൽ കഴമ്പുണ്ടോ? ലഖ്നൌവിൽ തോറ്റ CBIക്ക് കൊച്ചിയിലും പിഴയ്ക്കുമോ? സ്വർണ്ണക്കടത്തിലടക്കം അന്വേഷണം നീങ്ങുന്നത് രാഷ്ട്രീയ വഴിക്കോ? ചർച്ചയിലേക്ക് പോവുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് M. സ്വരാജ് MLA, KPCC വൈസ് പ്രസിഡന്റ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, അതുപോലെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VT രമ എന്നിവരാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ സ്വരാജിലേക്ക് ഞാൻ മടങ്ങി വരാം. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഇതിപ്പോൾ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച പ്രാരംഭവാദം കേട്ടു, ഇടക്കാല ഉത്തരവില്ല, അടുത്തയാഴ്ച വിശദമായി വാദം കേൾക്കാൻ പോകുന്നു. ഇതിൽ CBI പറഞ്ഞത് ഈ ഹർജി പോലും ഫയലിൽ സ്വീകരിക്കരുത് എന്നുള്ളതായിരുന്നു. ഈ ഹർജി നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു എടുത്ത നിലപാട്. UV ജോസിന് ഇങ്ങനൊരു ഹർജി നൽകാനാവില്ല എന്ന വാദവും CBI എടുത്തു. അത് തള്ളിക്കൊണ്ട് ഹർജി ഫയലിൽ സ്വീകരിച്ച് വിശദമായി വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ എങ്ങനെയാണിത് തിരിച്ചടിയാവുന്നത്? മുഖ്യമന്ത്രി അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിന് വളരെ വിശദമായി സർക്കാർ സ്റ്റാൻഡ് പറയുകയുണ്ടായി. നിയമോപദേശമുണ്ട്, CBIയുടെ ഈ നീക്കം നിയമപരമായി നിലനിൽക്കത്തക്കതല്ല, അതുകൊണ്ടാണ് കോടതിയിൽ ചോദ്യം ചെയ്യുന്നത്. ആ നിലയിൽ നോക്കിയാൽ ഇന്നത്തെ ഈ പ്രാരംഭ നടപടി സർക്കാരിനൊരു മഹാ തിരിച്ചടിയാണ് എന്ന് പ്രതിപക്ഷം കാണുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോ ശരത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമ്മൾ സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ സർക്കാരിന്റെ പ്രയർ എന്താണ് അത് നമ്മൾ പരിശോധിക്കണം. അതുപോലെ CBIയുടെ വാദം എന്താണ്, അവരെന്താണ് കോടതിയിൽ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. സർക്കാരിന്റെ ആവശ്യത്തിന് തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് CBI എന്താണ് കോടതിയോട് പറഞ്ഞത്. അപ്പൊ അതിന് എല്ലാത്തിനും മറുപടിയായി അവസാനം കോടതി വാക്കാൽ ഉള്ള ഡയറക്ഷൻ ആണെങ്കിലും എന്താണ് കോടതി പറഞ്ഞത്, ഇത് മൂന്നും പരിശോധിക്കുമ്പോഴാണ് ഇത് സർക്കാരിന് തിരിച്ചടിയാണോ CBIക്ക് തിരിച്ചടിയാണോ എന്നുള്ളത് നമ്മൾ അറിയുന്നത്. പക്ഷെ കോടതി അവസാനം പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും അവസാനത്തെ കോടതിയുടെ നിരീക്ഷണം, CBIക്ക് കേസുമായി മുന്നോട്ട് പോകാം. ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത് ലൈഫ് മിഷനും റെഡ് ക്രിസന്റും തമ്മിലാണ്. ലൈഫ് മിഷൻ ഇല്ലെങ്കിൽ യൂണിടാക്കിന് എങ്ങനെയാണ് പണം ലഭിക്കുക? CBI അന്വേഷണത്തോട് ലൈഫ് മിഷൻ CEO സഹകരിക്കുക. ഇതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് ഇത് FCRA ലംഘനമല്ല, ഇത് സംസ്ഥാന സർക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് CBIയുടെ FIR റദ്ദാക്കുക, CBI വെച്ചിരിക്കുന്ന FIR റദ്ദാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഗവൺമെന്റ് ആവശ്യപ്പെട്ട CBIയുടെ FIR റദ്ദാക്കിയില്ലെന്ന് മാത്രമല്ല, ആ FIR പ്രകാരം CBI നടത്തുന്ന അന്വേഷണത്തോട് ലൈഫ് മിഷൻ സഹകരിക്കുക, നിങ്ങൾ അവർ ചോദിക്കുന്ന വേണ്ട കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു കൊടുക്കുക എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി അത് ഗവൺമെന്റിന് ഏറ്റ ഒരു തിരിച്ചടി തന്നെയല്ലേ, അല്ലെന്ന് പറയാൻ പറ്റുമോ? പിന്നെ നമുക്കിപ്പോ ലക്നൌവിൽ CBI തോറ്റതിൽ എനിക്കും ശരത്തിനും ഒക്കെ സന്തോഷിക്കാൻ പറ്റുമോ? നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ലല്ലോ. CBI അവിടെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഇത് തെളിയിക്കാനുള്ള രേഖകൾ എത്തിച്ചില്ല എന്ന് കോടതി പറയുന്നു. അത് CBI എത്തിച്ചോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. കോടതി പറഞ്ഞതും അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ബാബറി രാമജന്മഭൂമി ബാബറി അതെ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, പറഞ്ഞ വിഷയം അതിൽ സന്തോഷിക്കാനും കഴിയില്ല. അതേതായാലും ഈ ചർച്ചയുടെ ഭാഗമായി നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. കാരണം ആ നിലകളിലും കൂടി പരിശോധിച്ച് വരണമല്ലോ. തൊട്ടപ്പുറവും ഇപ്പുറവും 2 ദിവസങ്ങളിൽ സംഭവിച്ചത് കൂടിയാണല്ലോ. താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ
എം സ്വരാജും പ്രൊഫസർ വി ടി രമയും ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ സ്വരാജ്, ഇപ്പോൾ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിന് ഇതൊരു തിരിച്ചടി തന്നെയാണ് എന്ന വാദം ശരത്ചന്ദ്ര പ്രസാദ് ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവ് ഇന്ന് പകലത് ആവർത്തിച്ചു. അതായത് ഇടക്കാല ഉത്തരവില്ല, അതുപോലെ തന്നെ വാക്കാൽ പരാമർശത്തിലൂടെ CBIയുമായി സഹകരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ആ നിലയിൽ ഇടക്കാല ഉത്തരവില്ലാതെ അടിയന്തരമായി റദ്ദാക്കാത്ത സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇന്നത്തെ നടപടികൾ സർക്കാരിന് തിരിച്ചടിയാണ് എന്നൊരു വ്യാഖ്യാനം ഇക്കാര്യത്തിൽ വരുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 2 പരാമർശങ്ങൾ കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. CBIയെ എതിർക്കുന്നത് അഴിമതി മൂടിവെക്കാനാണ്. അതുപോലെ ഈ അഭിഭാഷകന് കൊടുത്ത പണം വെച്ച് വീട് വെച്ച് കൊടുക്കാം, ആ പണം കൊണ്ട് വീട് വെച്ച് കൊടുക്കാമായിരുന്നില്ലേ എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ചോദിച്ചത്. അഭിഭാഷകന് കൊടുത്ത പണം കൊണ്ട് വീട് വെച്ച് കൊടുക്കാമായിരുന്നില്ലേ എന്ന ചോദ്യം നമ്മൾ മുഖവിലേക്ക് എടുത്താൽ ഞാനതിൻ്റെ അങ്ങനെ വിശദീകരിച്ച് മറുപടി പറയുന്നില്ല. അതിന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ എനിക്കൊരു മറുപടി പറയാം. ഇപ്പോൾ ബാർ കോഴ കേസിൽ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് കപിൽ സിബലിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൊടുത്ത തുകയാണ് കേരളത്തിലെ നിയമവ്യവഹാരങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഫീസ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എത്ര വീട് വെച്ച് കൊടുക്കായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ളൂ. ആ ഒരു അത്തരത്തിലുള്ള മറുപടികളിലേക്കാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പോവുക. അതവിടെ നിൽക്കട്ടെ. പിന്നെ അഴിമതിയെ മൂടി വയ്ക്കാനാണ് CBI എന്ന് പറഞ്ഞു. ഞാൻ ബഹുമാന്യനായ കോൺഗ്രസ് നേതാവിനെയും കോൺഗ്രസ് സുഹൃത്തുക്കളെയും ഓർമ്മപ്പെടുത്തുന്നത്, ഈ CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ ഇപ്പോഴും കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത് DTD എന്നാണ്, ഡയർട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഏറ്റവും വൃത്തികെട്ട ട്രിക്കുകളുമായിട്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്ന ഏജൻസിയാണെന്ന് പറയുന്നത് ഇപ്പോഴും ഈ 2020 കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും CBIക്കെതിരെ അവർ സമരത്തിലാണ്. ഇനി കോൺഗ്രസിനെ വിടാം. സുപ്രീം കോടതിയിലെ മുതിർന്ന ന്യായാധിപന്മാരായിരുന്ന RM ലോധ, മധു അഗർവാൾ, അൽത്തമാസ് കബീർ, ഇവരൊക്കെ CBIയെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള നിരീക്ഷണമുണ്ട്. മധു അഗർവാൾ പറഞ്ഞത് ഡൽഹിയിലെ രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഏജൻസിയാണിത് എന്നാണ്. അൽത്തമാസ് കബീർ ഒരിക്കൽ പറയുകയുണ്ടായി, ഇങ്ങനെയാണ് CBIയുടെ പോക്കെങ്കിൽ ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഈശ്വരന് പോലും സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഞാനിത് CBIയെ കുറിച്ചൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മളിപ്പോൾ ഈ ചോദ്യത്തിലേക്ക്, ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വരാം. ഈ ലൈഫ് കേസിൽ സർക്കാർ തോറ്റു, തിരിച്ചടി നേരിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. എന്തും പറയാം, ഓരോ ദിവസവും ഓരോ വിവാദങ്ങളാണ്. മുഖ്യമന്ത്രി കള്ളയൊപ്പിട്ടു എന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത നാടാണ് ഈ കേരളം. സെക്രട്ടേറിയറ്റിന് മുഖ്യമന്ത്രി തീയിട്ടു എന്ന് പറഞ്ഞ നാടാണ് കേരളം. അങ്ങനെ പറയുന്നവർക്ക് ഇതും പറയാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടുത്ത ആഴ്ചയിലേക്ക് കേസ് നീട്ടിവെക്കുകയല്ലേ ചെയ്തത്, മാറ്റിവെക്കുകയല്ലേ ചെയ്തത്, വിശദമായി വാദം കേൾക്കുകയല്ലേ ചെയ്തത്, ചെയ്യാൻ അവസരം ഉണ്ടാക്കിയല്ലേ ചെയ്തത്. ഇപ്പം തന്നെ സ്റ്റേ ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് പറയാം. ഇപ്പം തന്നെ സ്റ്റേ ചെയ്തോ എന്നല്ല, വിശദമായി വാദം കേട്ടിട്ട് കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നുവെന്നാണ് ഇനി ഞങ്ങളുടെ ആർഗ്യുമെന്റ്. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. FCRA ആക്ട് സെക്ഷൻ 35 റീഡ് വിത്ത് 3 പ്രകാരമാണ് കേസെടുത്തതെന്നാണ് CBI പറയുന്നത്. ഇത് ആന മഠയത്തരമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? സെക്ഷൻ 3 പറയുന്നത് ഈ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കാൻ പാടില്ലാത്തത് സംബന്ധിച്ച്, വിദേശ സംഭാവന സ്വീകരിക്കാൻ പാടില്ലാത്തത് സംബന്ധിച്ച്. എന്നാൽ സെക്ഷൻ 4B and CO ഇത് ആർക്കൊക്കെ വാങ്ങാമെന്നത് സംബന്ധിച്ചാണ് പറയുന്നത്. ഞാനതിൽ സെക്ഷൻ B ഒന്ന് പറയാം. ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്റ്റഡ് ബൈ ഹിം ഔട്ട്സൈഡ് ഇന്ത്യ ഒന്ന് പറയാണ്. അതിൽ പിന്നെ C, ആസ് ആൻ ഏജന്റ് ഓഫ് എ ഫോറിൻ സോഴ്സ് വിത്ത് ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. അതായത് ഇന്ത്യയിലോ വിദേശത്തോ ഉള്ള ബിസിനസിന്റെ ഭാഗമായോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് വിദേശ സോഴ്സിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നവർക്കോ വിദേശ പണം കൈപ്പറ്റാം എന്ന് പറയാണ്. ഇനി അതിനൊക്കെ പുറമെ 2020 ജനുവരി മാസം 30, കഴിഞ്ഞ 30-ാം തീയതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അസാധാരണ ഗസറ്റ്, ആ ഗസറ്റിൽ പറയുന്നത് എന്താണ്? കേന്ദ്ര സംസ്ഥാന സർക്കാർ അധീനതയിലോ അതിന്റെ ഭാഗമായോ രൂപീകരിക്കപ്പെടുന്ന ഓർഗനൈസേഷനുകൾക്ക് FCRA പരിധിയിൽ നിന്ന് അത്തരം ഓർഗനൈസേഷനുകളെ ഒഴിവാക്കുന്നു. ഏത് ഉറപ്പിന്മേൽ? CAG ഓഡിറ്റ് ഉണ്ടാവണം എന്ന ഉറപ്പിന്മേൽ. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അസാധാരണ ഗസറ്റും അടിസ്ഥാനപ്പെടുത്തിയാണ് സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കോടതി വിശദമായ വാദത്തിലേക്ക് കടക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കോടതിക്ക് വ്യക്തമാവും, മനസ്സിലാവുമെന്ന്. എൻ്റെ ഈ വിശ്വാസത്തിന് കാരണം മറ്റൊന്നുമല്ല, ഒരൊറ്റ കാര്യം കൂടി പറയാം. ഈ കഴിഞ്ഞ കൊല്ലാണ് 2018 കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കേസിൽ ഇതുപോലെ ചാടി പുറപ്പെട്ട് പെട്ടിയും കടലാസുമായിട്ട് വന്ന CBIയെ ഇതേ കേരള ഹൈക്കോടതി മടക്കി അയച്ചു.
പണി നിർത്തിക്കോളാൻ പറഞ്ഞു, FIR ക്വാഷ് ചെയ്തു. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. ഈ അനുഭവം വെച്ച് ഞാൻ വിചാരിക്കുന്നു ശരിയായ നിലപാടെടുക്കാൻ ഹൈക്കോടതിക്ക് സാധിക്കും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇവിടെ ഞാൻ ശ്രീ ശരത്ചന്ദ്ര പ്രസാദിലേക്കും പ്രൊഫസർ VT രമയിലേക്കും ഇപ്പോൾ ഹരീഷ് വാസുദേവനും ടെലിഫോൺ ലൈനിലുണ്ട്. അതിനു മുമ്പ് സ്വരാജ്, ഒരു ചെറിയ കാര്യം. ഇപ്പോൾ സെക്ഷൻ 3യും സെക്ഷൻ 35യും പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കരാറുകാരൻ, അതെല്ലാം ശരിയാണ്. അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള എക്സംഷൻസ് ഉണ്ട് എന്നതുകൂടി വാദിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും ഇന്ന് പറഞ്ഞ അത്തരമൊരു നിയമോപദേശമുണ്ട്. അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല. പക്ഷേ CBI ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ FCRAയുടെ ആക്ട്, ചട്ടം, നോട്ടിഫിക്കേഷൻസ് ഇതുപ്രകാരം ഏതാണ്ട് 1 കോടിയിൽ പരം രൂപയുടെ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് ED അല്ല, അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. ആ ഒരൊറ്റ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് ഈ കേസ് അങ്ങ് ഏറ്റെടുക്കുകയാണ്. അതിന് പറ്റുന്ന രീതിയിൽ ഒരു പരാതി അനിൽ അക്കരെ എന്ന ജനപ്രതിനിധി കൊടുത്തു. അതിൽ നിന്നൊരു FIR ഇടുന്നു. ആ FIRലൂടെ ഞങ്ങൾക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാമെന്ന അവർക്കുമുണ്ടല്ലോ നിയമോപദേശം. ആ നിയമോപദേശത്തിലൂടെയാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി പോകുന്നത് എങ്കിൽ താങ്കൾ പറഞ്ഞു വരുന്നത് കോടതിയിൽ ഒരു വലിയ നിയമതർക്കത്തിന് സ്കോപ്പ് ഉയരുന്നു എന്നാണോ? അതിൽ നമ്മളിതിൽ കാണേണ്ടത് കുറച്ചുകൂടി വിശാലമായ ഒരു അർത്ഥത്തിൽ കാണാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതിൽ ഒരു കാര്യം, CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന അന്വേഷണ ഏജൻസി പ്രവർത്തിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ 1963 ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു പ്രമേയമാണ് ഇതിന്റെ അടിസ്ഥാനം. അതെ 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 ആ പ്രമേയത്തിൽ രാഷ്ട്രപതി ഒപ്പിട്ടിട്ട് പോലുമില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗോഹട്ടി ഹൈക്കോടതിയിൽ നവേന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസിൽ ഈ നിയമവശങ്ങളൊക്കെ പരിശോധിക്കുകയുണ്ടായി. വളരെ പ്രസിദ്ധമായ ഒരു ജഡ്ജ്മെൻ്റാണ്, നമ്മൾ വായിച്ചിരിക്കേണ്ടതാണ്. ബഹുമാന്യനായ തോമസ് ജെഫേഴ്സന്റെ ഒരു മഹത്തരമായ ഉദ്ധരണിയോടുകൂടി ആരംഭിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റാണ്. ആ ജഡ്ജ്മെൻറ്റിൽ അസന്നിഗ്ധമായി പറയുന്നു, ഈ CBI എന്ന അന്വേഷണ ഏജൻസി ഇന്ത്യൻ നിയമങ്ങൾക്ക് വിധേയമായ ഒരു ഏജൻസി അല്ല, ഇതിന് സാധുതയില്ല എന്ന് പറഞ്ഞാൽ CBI ആ വിധിയോടെ ഇല്ലാതായിരിക്കുന്നു. പക്ഷേ പിന്നീട് അപ്പീൽ സമർപ്പിക്കപ്പെട്ടു സുപ്രീം കോടതിയിൽ. ആ അപ്പീലിന്മേൽ സ്റ്റേ അനുവദിക്കപ്പെട്ടു. പക്ഷേ ഈ കേസിന്റെ മെറിറ്റിലേക്ക് സുപ്രീം കോടതി കടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്റ്റേയുടെ ബലത്തിൽ മാത്രം സുപ്രീം കോടതി മാത്രം വർഷങ്ങളായി ഈ CBI നിലനിൽക്കുകയാണ്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു ഏജൻസിയാണ്. ആ CBI പ്രവർത്തിക്കുന്നത് ഡൽഹി പോലീസ് ആക്ടിന്റെ കീഴിലാണ്. അതാണ് അവരുടെ അടിസ്ഥാന നിയമം. FCRA ഒന്നുമല്ല CBIയുടെ നിയമം. ആ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സംസ്ഥാനങ്ങളുടെ അനുമതി വേണം അന്വേഷിക്കാൻ. ആ അനുമതി ഒന്നും വാങ്ങിക്കാതെ വന്നപ്പോഴാണ് ക്രിക്കറ്റ് അസോസിയേഷന്റെ കേസിൽ അവരെ ഇവിടെ നിന്ന് കേസ് അന്വേഷണം അവസാനിപ്പിച്ച് പോകേണ്ടതായി വന്നത്. ഞാൻ ഇതിന്റെ ഒരു വശം പറഞ്ഞു എന്ന് മാത്രം. മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്, ഈ CBIയോട് കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോൾ വല്ലാത്തൊരു സ്നേഹമാണ്. ഇന്ത്യയിലെ കോൺഗ്രസിന് അതില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും CBI ഓഫീസിലേക്ക് മാർച്ച്, ബഹളം, ധർണ, സത്യാഗ്രഹം ഒക്കെയാണ്. കേരളത്തിൽ ഒരു പ്രത്യേക സ്നേഹം CBIയോടുണ്ട്. അതെന്താ കാരണം? ഞാൻ ഗൗരവമായി ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. അസാധാരണമായ ഒരു സംഭവം ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പ്രമാദമായ കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിലെ നിർണായകമായ തെളിവ് 3 ഫോണുകൾ. ആരുടെ ഫോണാണെന്ന് എല്ലാവർക്കും അറിയാം. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ ഫോണാണ്. ഈ ഫോൺ CBIയുടെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയി എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് കോടതിയിൽ. ഇപ്പോൾ ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CBIയുടെ കയ്യിൽ നിന്ന് കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിന്റെ നിർണായക തെളിവ് കളഞ്ഞുപോയി. അതാരെ രക്ഷിക്കാനാണ്? ആ കളഞ്ഞു പോകൽ കേരളത്തിലെ ആരാണ് അതിന്റെ ഗുണഭോക്താവ്? ഈ പശ്ചാത്തലത്തിൽ വേണം അനിൽ അക്കരയുടെ പരാതി ഒരു ദിവസം പോലും കാത്തു നിൽക്കാതെ എടുത്ത് FIR ഇടാൻ CBI കാണിച്ച അത്യുത്സാഹം നമ്മൾ ഓർക്കണം. ടൈറ്റാനിയം തട്ടിപ്പ് കേസ് CBIക്ക് അന്വേഷിക്കാൻ വേണ്ടി നിയമാനുസൃതം കൊടുത്തതാണ്. ആ കേസിന്റെ കടലാസ് കെട്ടിൽ മാസങ്ങളായി ഒന്ന് തൊടാൻ CBI തയ്യാറായിട്ടില്ല. ഈ സംശയാസ്പദമായ ഒരു പശ്ചാത്തലവും നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. കോൺഗ്രസും BJPയും സംയുക്തമായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി BJPയുടെ നിർദ്ദേശാനുസരണം CBI സ്വീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ചുവടുവയ്പ്പാണിത്. ആ രാഷ്ട്രീയ ചുവടുവയ്പ്പ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ്. അത് പാവങ്ങളുടെ വീട് താൽക്കാലികമെങ്കിലും ആയെങ്കിലും തടസ്സപ്പെടുത്താനാണ് സഹായിച്ചത്. അതിനെ ഞങ്ങൾ നിയമാനുസൃതമായി നേരിടും, അത്രേ ഉള്ളൂ. അത് ബംഗാളിൽ മുറി പൂട്ടിയിട്ട പോലെ പൂട്ടിയിടുമൊന്നുമില്ല. ഞങ്ങൾ അവരെ കയ്യേറ്റം ചെയ്യാനൊന്നും പോവില്ല. നിയമാനുസൃതമായി ഞങ്ങൾ നേരിടും. ഞാൻ സ്വരാജിലേക്ക് മടങ്ങി വരാം. ഇവിടെ ഒരു വിശദീകരണം, ഒരു മറുപടി ശരത്ചന്ദ്ര പ്രസാദിൽ നിന്ന് വേണ്ടതുണ്ട്. അതായത് ഈ ഡർട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് നിങ്ങൾ വിളിക്കുന്ന CBI കേരളത്തിൻ്റെ അതിർത്തി കടന്നു വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വിശുദ്ധരാണ്. അതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് വളരെ ഗൗരവമുള്ളൊരു ആരോപണമാണ് സ്വരാജ് മുന്നോട്ട് വെച്ചത്. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസ്, സലിം രാജിൻ്റെ 3 ഫോണുകൾ, അത് തൊണ്ടി മുതലാണ് നഷ്ടപ്പെട്ടുവെന്ന് CBI തന്നെ കോടതിയോട്, അത് നേരത്തെ തന്നെ വന്ന വാർത്തയാണ്. അതടക്കം അത്തരമൊരു സാഹചര്യത്തിൽ അതിൻ്റെ ഗുണഭോക്താവ് ആരാണ്?
ഇപ്പുറത്ത് അനിലക്കര ഒരു പരാതി കൊടുക്കുമ്പോൾ വേഗത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് CBI ഇങ്ങോട്ടേക്ക് അയക്കുന്നു. ആ നിലയിൽ ഒരു വലിയ സഹകരണത്തിൻ്റെ ചിത്രമാണ്, ഗൗരവമുള്ള ആരോപണമാണ് ഇവിടെ ഈ ചർച്ചയിൽ ഇപ്പോൾ സ്വരാജ് ഉന്നയിച്ചത്. ഇതാണ് രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾ CBIക്കെതിരെ നിൽക്കുമ്പോൾ കേരളത്തിൽ സഹകരണാടിസ്ഥാനത്തിൽ കോൺഗ്രസും BJPയും CBIക്ക് വേണ്ടി നിലകൊള്ളുന്നത് എന്നാരോപിച്ചാൽ എന്തു മറുപടി പറയും ശരചന്ദ്ര പ്രസാദ്? എന്നാലും ശരത്തിന് പ്രിയപ്പെട്ട സ്വരാജ് ഒരു പിടിവള്ളി ഇട്ട് തന്നു. എനിക്ക് നമ്മൾ ഈ ലൈഫിന്റെ അഴിമതി ചർച്ച, കോടതി ഇടപെടൽ, ആ ചർച്ചയിൽ കൂടി ഇനി കടകംപള്ളി ഭൂമി ഇടപാടിൽ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട ഒരു ചർച്ചയിലേക്ക് നമുക്കൊന്ന് വഴിതെറ്റി പോവാം. CBIയെ സംബന്ധിച്ച് CBIയെ കുറിച്ച് പ്ലസ് ആൻഡ് മൈനസ് പറയാൻ കഴിയുന്ന 100 അനുഭവങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും പറയാറുണ്ട്. മലയാളികളായ നമുക്ക് പോലും CBI ചെയ്ത ശരിയെയും തെറ്റിനെയും കുറിച്ച് പലപ്പോഴും പറയാൻ കഴിയും. CBI ഒരുപാട് തെറ്റുകൾ, രാഷ്ട്രീയ പ്രേരിതമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കും. അത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് CPMഉം BJPയും പറഞ്ഞിട്ടുണ്ട് CBI കൂട്ടിലിട്ട തത്തയാണെന്നും ഇപ്പോൾ തത്തയെ തുറഞ്ഞു വിട്ടിരിക്കുകയാണെന്നൊക്കെ ഇപ്പോഴും അപ്പോഴും ഒക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ വേറെ ഒന്നുമല്ല, ഇതിപ്പോ CBI അല്ലല്ലോ. CBI ഇപ്പോ കോടതിയിൽ ഗവൺമെന്റ് ഉന്നയിച്ച വാദത്തിന് തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് CBI കൊടുത്ത വാദത്തിനും എല്ലാം ചേർത്ത് കോടതി പറഞ്ഞ ഒരൊറ്റ മറുപടി. ശരചന്ദ്ര പ്രസാദ്, അത് നേരത്തെ താങ്കൾ വിശദീകരിച്ചു. താങ്കൾ അത് വിശദീകരിച്ചു. ഞാൻ വരാം, അതിന്റെ അടുത്ത റൗണ്ടിൽ അത് നമുക്ക് മെറിറ്റിൽ ചർച്ച ചെയ്യാം. പക്ഷേ ആരോപണം ഉന്നയിച്ചപ്പോൾ സ്വരാജിന്റെ ആരോപണത്തിന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മറുപടി സ്വരാജിന്റെ ആരോപണത്തിന് ഞാൻ മറുപടി പറയാം. ശരത്ത് ഞാൻ എന്നെ കൊണ്ട് മറുപടി പറയിപ്പിക്കാതെ വേറെ കാര്യം പോകരുത്. താങ്കൾ തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരട്ടെ. ഞാൻ പറയുന്ന കാര്യം പറയട്ടെ. സ്വരാജ് ഇപ്പോ ഒരുപാട് സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് CBIയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിനകത്ത് ഹൈക്കോടതി ചോദിച്ച ഒരൊറ്റ ചോദ്യം, ലൈഫ് മിഷൻ ഇല്ലെങ്കിൽ യൂണിടാക്കിന് എങ്ങനെയാണ് പണം ലഭിക്കുക? അപ്പോ ഹൈക്കോടതിക്ക് ഈ FCRA നിയമത്തിന്റെ 42B-യും 35C-യും ഒന്നും ഹൈക്കോടതിക്ക് അറിയൂലേ? ഹൈക്കോടതി ജഡ്ജിക്ക് ഇത് FCRA നിയമപ്രകാരമുള്ള ഒരു കേസാണെന്ന് ഹൈക്കോടതിക്ക് അറിയാം. അപ്പൊ ഹൈക്കോടതി അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ടാണ് ലൈഫ് മിഷനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ CBI തൽക്കാലം സഹകരിച്ചോ, ഇത് കാര്യങ്ങൾ നടക്കട്ടെ. എന്നിട്ട് കേസ് ക്ലോസ് ചെയ്തോ ശരചന്ദ്ര പ്രസാദ്? നമ്മൾ കേസ് ക്ലോസ് ചെയ്തെന്ന് പറയുകയല്ലോ. അല്ല, ഇനി അടുത്തത് എന്താണ്? അപ്പോ ഇതിനേക്കാൾ വലിയൊരു വളരെ സീരിയസ് ആയ ഒരു ആർഗ്യുമെന്റ് അല്ലേ നടക്കാൻ പോകുന്നത് ശരചന്ദ്ര പ്രസാദ്? അതല്ലേ കേസിന്റെ ഉള്ളടക്കം, മെറിറ്റ് എന്ന് നമ്മൾ പറയുന്ന ഒരു കേസിന്റെ മെറിറ്റ്. സ്വരാജ് ഇവിടെ പറഞ്ഞ FCIയുടെ നിയമത്തിൽ പെടുന്ന എല്ലാ വകുപ്പുകളും യോഗ്യരായിട്ടുള്ള FCRA അനുസരിച്ച് പൈസ സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളുടെ പേരുകൾ, കണക്കുകൾ, ആർക്കൊക്കെ ക്വാളിഫൈഡ്, ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ, അതൊക്കെ കോടതി പരിശോധിക്കും. അതെ, അത് വരാൻ പോകുന്നതേ ഉള്ളൂ. പ്രാഥമിക നിരീക്ഷണത്തിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത് അത് മനസ്സിലായി. അതിൽ തർക്കം നിങ്ങൾ തമ്മിൽ പോലും ഇല്ല. ഞാൻ ചോദിച്ചതല്ല. ഞാൻ പ്രൊഫസർ VT രമയിലേക്കും അതുപോലെ തന്നെ എനിക്ക് അഡ്വക്കേറ്റ് ഹരീഷ് വാസുവിലേക്ക് ഈ കണ്ടന്റിൽ, ഈ വിഷയത്തിലൊന്ന് പോകണം. അതിനു മുമ്പ് ഈ പറഞ്ഞ ഗുരുതരമായ ആരോപണത്തിന് എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ? അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ഒരു സംശയം നിൽക്കും, ആ കേസിൽ ആരാണ് ഗുണഭോക്താക്കൾ? അത് കോൺഗ്രസിനാണ്. കടകംപള്ളി കേസിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണം കിട്ടിയത് CBI തന്നെ പറയുന്നു. ഏറ്റവും വൈറ്റലായിട്ടുള്ള തെളിവായിട്ടുള്ള 3 ഫോൺ കാണാതെ പോയി എന്ന് പറയുന്നു. തൊട്ടിപ്പുറത്ത് BJPക്ക് കേന്ദ്രത്തിന് ഇവിടെ വരാൻ പാകത്തിന്, കേന്ദ്രത്തിന് CBI അയക്കാൻ പാകത്തിന് അനിലക്കര തന്നെ, ഒരു കോൺഗ്രസ് MLA തന്നെ പരാതിക്കാരനാവുന്നു. ഇതിൽ ബന്ധമുണ്ടോ ശരചന്ദ്ര പ്രസാദ്? ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അദ്ദേഹം അത് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. അതിനെന്തെങ്കിലും ഒരു വിശദീകരണം ഉണ്ടോ? കടകംപള്ളിയും അനിലക്കരയുടെ പരാതിയും അതിലൂടെ കേന്ദ്രം ഇവിടേക്ക് അയച്ച CBIയും ഒക്കെ ചേരുന്ന ഒരു ബന്ധമുണ്ടല്ലോ ഇവിടെ സ്വരാജ് സമർത്ഥിച്ച ആ ആരോപണം. വടക്കാഞ്ചേരിയും കടകംപള്ളിയും തമ്മിൽ നൂറുകണക്കിന് കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അത് റോഡിലൂടെ സഞ്ചരിച്ചാൽ. പക്ഷേ CBIയിലൂടെ ബന്ധിപ്പിക്കാവുന്ന വളരെ അടുപ്പം ഇക്കാര്യത്തിൽ ഉണ്ടെന്നാണ് സ്വരാജ് പറഞ്ഞത്. അത് സ്വരാജ് അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായി മുഖ്യമന്ത്രി അറിയിച്ച്
അത് കോടതിയെ ബോധ്യപ്പെടുത്തണം. അല്ല, ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനാണ് മറുപടി വേണ്ടത്. ആ രാഷ്ട്രീയ ആരോപണത്തിന് മറുപടി അർഹിക്കുന്നില്ല. ശരി, ഈ ഗൗരവമേറിയ ഒരു കേസ് കിടക്കുമ്പോ സ്വരാജ് ഉന്നയിച്ചതിന് സ്വരാജ് മറുപടി പറയുന്നില്ല. ചുരുക്കം വാക്കുകളിൽ മറുപടി പറയാൻ വിദഗ്ധനാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അർഹിക്കുന്ന അവജ്ഞയോടെ അദ്ദേഹം തള്ളിക്കളയാണ് സ്വരാജിന്റെ ഈ രാഷ്ട്രീയ ആരോപണം. ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് ആദ്യം പറഞ്ഞത് കടകംപള്ളിയും മറ്റേ വടക്കാഞ്ചേരി നൂറുകണക്കിന് കിലോമീറ്ററുകളുടെ ദൂരം ഉണ്ടെന്നാണ്. നമ്മുടെ ഇങ്ങനെയുള്ളൊരു ചർച്ചയിൽ ഒരു തമാശക്കൊക്കെ അങ്ങനെ പറയാം. അതെ, ഒരു തമാശയായിട്ട് പറയാമെന്നല്ലാതെ അദ്ദേഹം ഇത് അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞു. തള്ളിക്കളയാനേ പറ്റൂ, മറുപടി പറയാൻ പറ്റില്ല. എന്താ കാരണം? ഞാൻ ഉന്നയിച്ച കാര്യം വസ്തുതാവിരുദ്ധമാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഖണ്ഡിക്കാൻ പറ്റും, പ്രസക്തമല്ലെങ്കിൽ അത് വിശദീകരിക്കാനും പറ്റും. ഞാൻ പറയുന്നു, കടകംപള്ളി ഭൂമി തട്ടിപ്പിലെ സുപ്രധാന തെളിവായ 3 മൊബൈൽ ഫോൺ അത് കാണാനില്ല എന്ന് പറയുകയാണ് ഇന്ത്യയിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഞങ്ങളുടെ ഇന്ന് കളഞ്ഞുപോയി. LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് പെൻസിൽ കളഞ്ഞുപോയി എന്ന് പറയുന്ന പോലെ ഒരു അന്വേഷണ ഏജൻസി പറയാണ് കളഞ്ഞുപോയി എന്ന് പറയാണ്. ആ കേസിൽ അതുകൊണ്ട് രക്ഷപ്പെടുന്ന ആരാണ്? അത് അസാധാരണ സംഭവമല്ലേ? 2, ഒരു പരാതി കൊടുക്കുമ്പോഴേക്ക് കോൺഗ്രസ് MLA പരാതി കൊടുക്കുമ്പോഴേക്ക് ചാടി വീണത് എടുക്കുകയാണ്, സെക്കൻഡുകളുടെ അമാന്തമില്ലാതെ. എന്നാൽ മാസങ്ങളായി ടൈറ്റാനിയം കേസ് അന്വേഷിക്കാൻ നിയമാനുസൃതമായി CBIക്ക് കൊടുത്തിട്ട് അതിൽ തൊട്ടിട്ടില്ല. ഇത് അങ്ങയുടെ മറുപടിക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്, അങ്ങയെ എന്തെങ്കിലും കൊണ്ട് പറയിപ്പിക്കാനുമല്ല. ഈ ചർച്ച കാണുന്ന കേരളീയരുടെ, മലയാളികളുടെ മുൻപിലേക്ക് ഞാൻ ഈ വസ്തുത കൊടുക്കുന്നു. അവർ വിലയിരുത്തട്ടെ. നമ്മളെക്കാളൊക്കെ ബുദ്ധിയുള്ളവരാണെന്നേ ഈ മലയാളി സമൂഹം, പ്രേക്ഷക സമൂഹം. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യം ഞാൻ വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ജനങ്ങൾ തീരുമാനിക്കണം. അവിടെയാണ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഇതിലൊക്കെ എന്തോ ചില കാര്യങ്ങൾ ഉണ്ടോ എന്ന് ആളുകൾക്ക് തോന്നാവുന്ന ഒരു സംശയം. അത്തരം ആലോചനകൾക്ക് വഴിമരുന്നിടുന്നു സമർത്ഥമായി. സ്വരാജ് പറഞ്ഞ ടൈറ്റാനിയം കേസ് എടുത്തിട്ട് ഇനി വടക്കാഞ്ചേരി കേസ് എടുത്താൽ മതി എന്നാണ് സ്വരാജ് പറയുന്നത്. നമുക്കിത് ലൈവായി നിൽക്കുന്ന വിഷയമല്ലേ? അതെ, ലൈവാക്കി നിർത്തുക എന്ന് പറയുന്നതിന്റെ പിന്നിലത്തെ താല്പര്യത്തെയാണ് സ്വരാജ് പറഞ്ഞു വെച്ചത്. ഞാൻ അതില് അധികം ഇത് ലൈവാക്കി നിർത്താനുള്ള ഒരു പരസ്പര സഹകരണ സംഘം ഇക്കാര്യത്തിൽ ഉണ്ടെന്നാണ് സ്വരാജിന്റെ ആരോപണം. ഇന്ന് ഇത് കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമല്ലേ ശരത്തെ? അതെ, അതുകൊണ്ടല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൈരളി ചാനൽ ഇതെടുത്ത് ചർച്ച ചെയ്യുന്നത് നമ്മൾ അതുകൊണ്ടല്ലേ ഇത് ചർച്ച ചെയ്യുന്നത്. നമ്മൾ അതുകൊണ്ടാണ് ശ്രീമതി VT രമ, താങ്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലൊരു ഗുരുതരമായ പ്രശ്നം മുൻപിലേക്ക് വെച്ചിട്ടാണ് സ്വരാജ് സംസാരിച്ചത്. വളരെ ആലോചിച്ചാൽ ആളുകൾക്ക് കൂടുതൽ ആലോചിച്ച് പോകാൻ കഴിയുന്ന എന്തോ ചില അന്തർധാര ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളെയാണ് ആരോപണത്തിൽ സ്വരാജ് ബന്ധിപ്പിച്ച് നിർത്തിയത്. ഇവിടെ ലക്നൌവിൽ തോറ്റ CBI കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇവിടെ സലിംരാജിൻ്റെ ഫോണുകൾ കാണാതെ പോയി എന്ന് കോടതിയിൽ പറയേണ്ടി വന്ന CBI പ്രാഥമിക അന്വേഷണം പോലും വളരെ ഫലപ്രദമായി ചെയ്യാതെ അനിൽ അക്കരയുടെ ഒരു പരാതിയുടെ ബലത്തിൽ തിടുക്കത്തിൽ ഒരു FIR ഇട്ട് ആ കരാറുകാരനെ പ്രതി ചേർത്ത് മുന്നോട്ട് പോയി. ഇവിടെ വീണ്ടും കേരളത്തിലെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് നടുവിലേക്ക് ഈ CBIയെ കേന്ദ്ര സർക്കാർ, ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾ, അവിടെ നിങ്ങളെല്ലാവരും ഒന്നാവുന്ന ഒരു രാഷ്ട്രീയ താല്പര്യത്തിൽ CBIയെ കൊണ്ടിറക്കുകയായിരുന്നു. അത്തരമൊരു ആരോപണത്തിന് നാളെ മറുപടി പറയേണ്ടി വരുമോ BJP? ചേർത്ത് ആവർത്തിച്ച് പറഞ്ഞു, ലക്നൌവിലെ CBI തോറ്റു. CBI തോറ്റു എന്നത് ശരിയാണ്. ഞാനതേ പറഞ്ഞുള്ളൂ ടീച്ചർ, അത്രേ പറഞ്ഞുള്ളൂ. പക്ഷേ ഒരു ഏജൻസി, ഒരു കുറ്റാന്വേഷണ ഏജൻസി അവരുടെ തെളിവുകൾക്കനുസരിച്ച് അവർ അത് പ്രൊഡ്യൂസ് ചെയ്യും, വാദിക്കും. ഇവിടെ നമ്മളുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ശ്രീ അനിൽ അക്കരയുടെ, ഞാൻ സ്വരാജിൻ്റെ ചർച്ച ആസ്വദിക്കുന്ന ഒരാളാണ്. അനിൽ അക്കരെ കൊടുത്ത കേസിൻ്റെ പേരിൽ CBI അന്വേഷണം ഏറ്റെടുത്തു എന്ന് പറയുന്നു വളരെ പെട്ടെന്ന്. പക്ഷേ ഈ കേസ് എവിടുന്നാണ് തുടങ്ങുന്നത്? ഇത് ഒരു സുപ്രഭാതത്തിൽ ലൈഫിൻ്റെ പേരിൽ തുടങ്ങിയ കേസ് അന്വേഷണമോ ആരോപണമോ അല്ല. 4.5 വർഷത്തോളമായി പല തലത്തിലും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഘട്ടത്തിലെത്തിയത് സ്വപ്നയും ശിവശങ്കരനും ഒക്കെയുമായി ബന്ധപ്പെട്ട ഈ കേസ്, അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ കേസ് FCRA ഈ കേസിൽ ഇതാണ് ഇതിലെ ഗൗരവമുള്ള വശം. അവിടെയാണ് CBIയുമായി ഒരു തർക്കത്തിന് ഒരു സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഇത്രയും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നമ്മുടെ കേസുകൾ തുടങ്ങുന്നു. ഈ പശ്ചാത്തലത്തിൽ ഏതാണ്ട് 7ഓളം ഏജൻസികൾ സാറ്റലൈറ്റ്സിനെ പോലെ കേരള ഗവൺമെന്റിന്റെ മുന്നിൽ ഉണ്ട്.
ഇതിൻ്റെ ഒപ്പമാണ് സ്വപ്നയ്ക്ക് കമ്മീഷൻ കൊടുത്തു എന്ന ആരോപണം യൂണിടാക്കിൽ നിന്ന് വന്നതിന് പിന്നെയാണ് ലൈഫ് ഇവിടെ സജീവമാവുന്നത്. അതൊക്കെ മനസ്സിലാവുന്നു. അതെ, അങ്ങനെ വരുമ്പോൾ ഈ CBI അന്വേഷണം അതുവരെ എന്താ പറഞ്ഞത്? ഏത് അന്വേഷണം വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഏത് അന്വേഷണത്തെയും നേരിടും. പക്ഷെ അത് ലൈഫിൻ്റെ കേസിൽ CBI വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ആ ആർഗ്യുമെന്റ് മാറിയിട്ട് അത് അതിനിപ്പോ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടില്ലേ? അതായത് സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിൽ അതിലേത് അന്വേഷണത്തെയും ഏത് അന്വേഷണ ഏജൻസി ആകാമെന്ന് ആദ്യം പിന്തുണച്ചുകൊണ്ട് കത്ത് കൊടുത്തത് സർക്കാരാണ്. ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിലൊരു തർക്കവുമില്ല, ഏത് അന്വേഷണവും എങ്ങനെയും മുന്നോട്ട് പോട്ടെ. പക്ഷേ ഇവിടെ CBIയെ പർപ്പസ്ഫുള്ളി കൊണ്ടിറക്കുന്നതിൽ നിയമപരമായ അടക്കം ഒരുപാട്, ഇപ്പോൾ സ്വരാജ് തന്നെ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നിയമപരമായ തർക്കങ്ങളുണ്ട്. അതടക്കം അതിൽ ഊന്നി നിന്നുകൊണ്ട് കോടതിയിലേക്കാണ് ഒരു രാഷ്ട്രീയ തർക്കമായിട്ടല്ല ഈ സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കാണുന്നത്. നിയമപരമായി ഹൈക്കോടതിയിൽ തർക്കിക്കുകയാണ്. CBIക്ക് ഈ കേസ് FCRAയുടെ ലംഘനം ആരോപിച്ച് നിൽക്കാനുള്ള യോഗ്യത ഈ കേസിലില്ല. അതാണ് ഇതിലെ പ്രശ്നം. അല്ല, CBIക്ക് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് കോടതി പരിശോധിക്കുന്ന അതേ കോടതി തന്നെ എന്താ പറഞ്ഞത്? CBIക്ക് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാം. വാക്കാൽ പരാമർശം കോടതിയുടെ അഭിപ്രായമാണ്, കോടതിയുടെ അഭിപ്രായമാണ്. ആ കോടതിയുടെ അഭിപ്രായം വാക്കാൽ പരാമർശമായിട്ട് ലൈഫിന്റെ ഫയലുകൾ വിജിലൻസിൽ നിന്ന് CBIക്ക് കൈമാറണമെന്ന് പറഞ്ഞിരുന്നു. ആ ഫയലുകൾ കൊടുത്തില്ല. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവാൻ പോകുന്നത്? CEO വിളിച്ചിരിക്കുന്നു, ശ്രീ ജോസിനെ. ആ ജോസിനെ കൂടി കോടതിയിൽ വിളിച്ച് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ഈ കേസ് തന്നെ അടയ്ക്കാൻ പറ്റും. കാരണം ക്ലിയർ ആയിട്ടല്ല. അറിയുമോ ഇന്ന് CBI പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഹർജി പോലും നിലനിൽക്കില്ല, ഇത് തള്ളിക്കളയണമെന്നായിരുന്നു CBIയുടെ ആദ്യവാദം. അത് ഹൈക്കോടതി തള്ളി പകരം ലൈഫ് മിഷൻ കൊടുത്ത ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചു. അങ്ങനെ നിലനിൽക്കാത്ത, യോഗ്യതയില്ലാത്ത, നിയമപരമായ അർഹതയില്ലാത്ത ഹർജിയാണെങ്കിൽ CBIയുടെ വാദത്തെ പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി തള്ളിക്കളയുമായിരുന്നു. ഒന്ന്, UV ജോസിന് അതിന് അർഹതയില്ല എന്ന നിലയിൽ ഒരു വാദം സ്വീകരിച്ചു CBI, അതും അംഗീകരിച്ചില്ല കോടതി. ഇവിടെ ഇപ്പോൾ FCRAയുടെ കാര്യം പറഞ്ഞു. ഇപ്പം 20 ലക്ഷമോ അതിൽ 50% കമ്മീഷനോ 20 കോടി അതിൽ 50% കമ്മീഷനൊക്കെ കഴിയുന്ന ഒരു എമൗണ്ട് അവിടെ വരുന്നുണ്ട്. ഈ വലിയ എമൗണ്ട് അത് പാവപ്പെട്ടവന്റെ വീട്, സ്വരാജ് അവസാനിപ്പിച്ചത് അവിടെയായിരുന്നു. പാവപ്പെട്ടവന്റെ വീടിന് പാര വെക്കുകയാണ് എന്ന രീതിയിലാണ് വന്നത്. പക്ഷെ പാവപ്പെട്ടവന്റെ ജീവിതമാണ് ലൈഫിലൂടെ അപകടത്തിലാണ്, അവന്റെ ലൈഫാണ് ഇവിടെ അപകടത്തിലാവുന്നത്, ഇത്രയും മോശമായ ഒരു കൺസ്ട്രക്ഷനൊക്കെ നടത്തിയിട്ട്. അപ്പോൾ അതിൻ്റെ പൈസ ഈ കോഴപ്പണത്തിലേക്ക് എത്തിക്കൊണ്ട് ഈ പൈസ ഇവിടെ വന്നു. ആരാ കൊണ്ടുവന്നത് പൈസ? ഇത് വിദേശ പണമാണല്ലോ. ആരാണ് കൊണ്ടുവന്നത്? അതാണ് ചോദിക്കുന്നത്. ഈ ഗവൺമെന്റ് ഏജൻസി ആയിട്ടുള്ള ലൈഫും ലൈഫും UAE ഇവരുടെ റെഡ് ക്രസന്റും ഒപ്പിട്ട ഒരു ധാരണാപത്രം ഉള്ളപ്പോൾ പിന്നീട് കാശ് കൊടുക്കാൻ വേറെ 2 പേര് ഒപ്പിടാൻ വേറെ 2 പേര് പൈസ കൊടുക്കുമ്പോൾ ഈ പൈസ ഇങ്ങോട്ട് എങ്ങനെ വന്നു? ഇത് അന്വേഷിക്കണ്ടേ? അത് FCRA വരില്ലേ? ആംനസ്റ്റിക്ക് വരെ ഈ പ്രശ്നം വന്നു. പ്രൊഫസർ VT രമയ്ക്ക് വളരെ ലളിതമായ ഒരു സംശയമുള്ളൂ. ആ സംശയം ഇപ്പോൾ അവതരിപ്പിച്ചു. ഇതൊക്കെ അന്വേഷിക്കണ്ടേ? അത് FCRA തന്നെ അതിന്റെ ലംഘനമാണ് എന്ന നിലയിൽ കണ്ടുകൊണ്ടാണ് ഒരു ചോദ്യമായി ചർച്ച എവിടേക്ക് എത്തി ശരത്ത്? ചർച്ച എവിടേക്ക് എത്തി? CBIയുടെ വാലിഡിറ്റിയെ കുറിച്ചായി ചർച്ച. അതെ, അതാണിപ്പോൾ തർക്കം. കാരണം സംസ്ഥാന സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ തർക്കിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോകുന്നു. അതിൻ്റെ പ്രാരംഭവാദം കഴിഞ്ഞു, വിശദമായ വാദം കേൾക്കാൻ പോകുന്നു. അതിനുശേഷം ഇന്ന് വൈകുന്നേരം കാണുമ്പോഴും മുഖ്യമന്ത്രി അതിൽ ഉറച്ചു നിന്ന് ഈ കേസ് ഏറ്റെടുത്ത് നടത്താൻ CBIക്ക് നിയമപരമായി കഴിയില്ല എന്ന് പറയുമ്പോൾ അതാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകുന്നില്ല. അതിനിടയിൽ സ്വരാജ് ഒരു ഗൗരവമുള്ള രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചു. ഞാനത് താങ്കളോടും ചോദിച്ചു, ശരത്ചന്ദ്ര പ്രസാദിനോടും ചോദിച്ചു. ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ കൂടി ചർച്ചയിലേക്ക് വരികയാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ FCRAയുടെ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈഫ് മിഷനെതിരായ ഒരു അന്വേഷണം നടത്താൻ CBIക്ക് കഴിയുമോ? വളരെ ഗൗരവമുള്ളൊരു തർക്കം കേരളത്തിന് മുമ്പിൽ കാണുക. നിയമപരമായത് കോടതിയിലാണ് പരിശോധിക്കേണ്ടത്. എങ്കിലും ഇതിപ്പോൾ പൊതു സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ അതിൻ്റെ ഒരുപാട് ചട്ടങ്ങളും സെക്ഷനുകളും എല്ലാം കേരളം പൊതുവായി കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ സ്വരാജ് ഇവിടെ കേന്ദ്ര വിജ്ഞാപനത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. 30/1/2020 കേന്ദ്ര വിജ്ഞാപന പ്രകാരം ലൈഫ് മിഷൻ അടക്കമുള്ള സർക്കാർ ഏജൻസികളെ പരിപൂർണമായി ഈ FCRAയുടെ നിബന്ധനകൾക്ക് പുറത്താണ്, അവർക്ക് അത്തരത്തിലേക്കുള്ള ലംഘനം അവർ നടത്തിയെന്ന് ആ അർത്ഥത്തിൽ പറയാനാവില്ല. അങ്ങനെ സവിശേഷമായ വിജ്ഞാപനം നിൽക്കുന്നു. അതുപോലെ തന്നെ FCRAയുടെ സെക്ഷൻ 4 അതിൻ്റെ സബ് ക്ലോസ് 3 ഒക്കെ ചേർത്ത് സ്വരാജ് ഇപ്പോൾ സൂചിപ്പിച്ചു. താങ്കളെ സംബന്ധിച്ച് ഈ CBIയുടെ ഹർജി നിലനിൽക്കത്തക്കതാണോ നിയമപരമായി? ശരത്തിന്റെ ആവശ്യം പ്രമാണിച്ചിന്ന് സ്റ്റുഡിയോയിലെത്താൻ വ്യക്തിപരമായി എനിക്ക് കഴിയാത്തതിൽ ഖേദമുണ്ട്. പക്ഷെ ഞാൻ ഇതിന്റെ ഒരു ഗൗരവം ഇന്നലെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടപ്പോഴാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതിന്റെ കോംപ്ലക്സിറ്റി, ഇത് ചർച്ച ചെയ്തുണ്ടാക്കിയ
അവിയൽ പരുവത്തിൽ ഉണ്ടാക്കിയ കോംപ്ലക്സിറ്റി കാരണം എന്താണ് ഈ വിഷയം എന്ന് വാസ്തവത്തിൽ മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായത്. ഒന്ന്, കേരളത്തിൽ കുറച്ചാളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വിദേശ സംഘടന ഒരു സാമ്പത്തിക സഹായം ഓഫർ ചെയ്യുന്നു. ഈ സാമ്പത്തിക സഹായം അവരുടെ എംബസി വഴി, അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ വഴി, തിരുവനന്തപുരത്ത് UAE കോൺസുലേറ്റ് ജനറൽ വഴി അതിന്റെ ഒഫീഷ്യൽ റൂട്ടിൽ അത് കേരളത്തിൽ എത്തിക്കുന്നു. അവരൊരു പ്രോസസ്സിലൂടെ ഒരാളെ കണ്ടുപിടിക്കുന്നു, ഈ പണി ചെയ്യാൻ വേണ്ടി ഒരു കോൺട്രാക്ടറെ കണ്ടുപിടിക്കുന്നു. അയാളെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി ലൈഫ് മിഷൻ ഒരു കരാറിൽ ഏർപ്പെടുന്നു. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുറച്ച് വീടുകൾ നിർമ്മിക്കാൻ പോകുന്നു. ഇതിലെ നിയമലംഘനമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൂടാതെ വിദേശത്തു നിന്ന് ഒരു സാമ്പത്തിക സഹായം വാങ്ങാൻ പാടില്ല. ഇതാണ് എന്റെയും കോടതിയുടെയും അറിവിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന കേസ്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ചട്ടം അനുസരിച്ചല്ലാതെ ഈ പെർമിഷൻ വാങ്ങിക്കാമോ ഇല്ലയോ? അവിടെയാണ് ശ്രീ സ്വരാജ് ചൂണ്ടിക്കാണിച്ച 2020 ജനുവരി 1-ാം തീയതിയിലത്തെ വിജ്ഞാപനത്തിന്റെ നിയമപരമായ പ്രസക്തി. ഇന്ന് ലൈഫ് മിഷൻ ഔദ്യോഗികമായി ആർക്കൊക്കെയാണ് എക്സംഷൻ കൊടുത്തിരിക്കുന്നത്? CAGക്ക് കീഴിലുള്ള ഏതെങ്കിലും ഏജൻസികളോ ഓഡിറ്റ് ചെയ്യുന്ന ഏത് ഓർഗനൈസേഷനും അത് സ്റ്റേറ്റ് നിർമ്മിതമാണെങ്കിൽ, സ്റ്റേറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയോ നിയമത്തിലൂടെയോ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് എക്സംഷൻ കിട്ടും. ലൈഫിന്റെ എല്ലാ അക്കൗണ്ടും P&AG എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ വെളിപ്പാട് അകലെയുള്ള അക്കൗണ്ടന്റ് ജനറലിന്റെ ഓഫീസിൽ നിന്ന് ഓഡിറ്റ് ചെയ്യാൻ വിധത്തിലുള്ള ഒരു പൊതുസ്ഥാപനമാണ്. ഈ പൊതുസ്ഥാപനത്തിന് ഇപ്പോൾ രാവിലെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാവിലെ ഒരു അപേക്ഷ കൊടുത്താൽ, അതായത് FCRA ക്ലിയറൻസ് വേണ്ട, ഏത് വിദേശത്തു നിന്ന് ഏത് തരത്തിലുള്ള ഇതും വാങ്ങിക്കാം എന്ന ഒരു വസ്തുത നിലനിൽക്കെ ഇതിന്റെ സാങ്കേതികത്വമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം എന്താണ് സാങ്കേതികത്വം. കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിച്ചില്ല എന്നുള്ളതാണ്. 900 സംഘടനകൾ ഇവിടെ FCRA ക്ലിയറൻസോട് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും FCRA ക്ലിയറൻസോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനം വഴിയായിരുന്നു ഈ പണം ഇവിടെ എത്തിച്ചിരുന്നെങ്കിൽ ഈ പരാതിക്കാരന് പോലും അത്തരമൊരു പരാതി ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇതിലേക്ക് അഴിമതി എന്നൊരു പുതിയ സംഗതി, അതായത് കമ്മീഷൻ, അഴിമതി തുടങ്ങിയ ഒരു പുതിയ സംഗതി ഇതുവരെ ചേർത്ത് വെച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ അഴിമതിയാണോ CBI വാസ്തവത്തിൽ അന്വേഷിക്കുന്നത്? അല്ല. അഴിമതി അന്വേഷിക്കണമെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം എന്ത് നടക്കണം? ലളിതകുമാരി കേസിലെ സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ 141 അനുസരിച്ചുള്ള വിധിന്യായ പ്രകാരം ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം അഴിമതി അന്വേഷിക്കണമെങ്കിൽ CBIക്ക് 2 വഴികളേ ഉള്ളൂ. ഒന്ന്, സംസ്ഥാന സർക്കാർ ഒരു വിജ്ഞാപനം ഇറക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതി പറയണം. ഇത് രണ്ടും ഈ കേസിൽ നടന്നിട്ടില്ല. അഴിമതിയെ ഈ FCRA വയലേഷനുമായി ചേർത്ത് കുഴമ്പ് രൂപത്തിൽ കുഴച്ച ശേഷമാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇതിനെ വിഘടിപ്പിക്കണം. ഇത് രണ്ടാണ്. അഴിമതിയാണ് നടന്നതെന്ന് ശ്രീ അനിൽ അക്കരയ്ക്ക് പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ ഈ അഴിമതി നടത്തിയത്? സ്പെസിഫിക് ആയിട്ടൊരു അലിഗേഷൻ വേണ്ടേ? ഒരു അലിഗേഷൻ ഇല്ലാതെ നമുക്കൊരു അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ എന്താണ് ആ അലിഗേഷൻ? ഞാൻ വായിച്ച പരാതിയിൽ ശരത്തെ എനിക്ക് മനസ്സിലായിട്ടില്ല. ശരത്ത് ഈ വിഷയം ഫോളോ ചെയ്യുന്നൊരു മാധ്യമ പ്രവർത്തനമാണ്. ഞാൻ ശരത്തിനോട് ചോദിക്കുകയാണ്, ആരാണ് ഈ കേസിൽ അഴിമതി നടത്തിയെന്ന് പരാതി ഉള്ളത്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് FIR ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രിലിമിനറി എൻക്വയറി നടത്തിയിട്ടുണ്ടോ? പ്രിലിമിനറി എൻക്വയറി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ഫൈൻഡിംഗ് ഉണ്ടോ? CBIക്ക് ഒരു പ്രാഥമികമായ കേസുണ്ടോ? നമുക്കറിയാലോ, നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് അംബാനിയെയും അദാനിയെയും വഴിവിട്ട് സഹായിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും നാളെ കോടതിയിൽ പോയാൽ എനിക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചോളൂ എന്നായിരിക്കുമോ സെൻട്രൽ ഗവൺമെന്റ് പറയുക? അല്ല. പ്രിലിമിനറി എൻക്വയറി നടത്താതെ, പ്രാഥമികമായി തെളിവില്ലാതെ ഇന്ത്യയിലെ ഒരു പൊതുസ്ഥാപനത്തിൽ ഇരിക്കുന്ന പൊതു അധികാരിയെയും അന്വേഷണത്തിലേക്ക് വലിച്ചഴക്കാൻ പാടില്ല എന്നുള്ളതാണ് ലളിതകുമാരി കേസിലെ വിധി. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കറപ്ഷൻ അല്ല CBI അന്വേഷിക്കുന്നത് എന്ന് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കണം. ഇത് രണ്ടും കൂടി കുഴച്ച് ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അത് വ്യക്തവുമാണല്ലോ അഡ്വക്കേറ്റ് ഹരീഷ്. കാരണം ഇവരിപ്പോ FCRA ആക്ടിന്റെ സെക്ഷൻ 3-ഉം സെക്ഷൻ 35-ഉം ചേർത്തിട്ടല്ലേ ഈ കേസ് അന്വേഷണം നടത്തുന്നത്? തീർച്ചയായിട്ടും സെക്ഷൻ 3 നമുക്ക് പരിശോധിക്കപ്പെടണം. ഞാൻ ഇന്നലത്തെ ഇതിൽ പറഞ്ഞൊരു കാര്യമാണ്. സെക്ഷൻ 3 എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടികൾക്കോ ഇന്ത്യയിലെ ഏതെങ്കിലും ഓർഗനൈസേഷനോ വിദേശ ഫണ്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരിന്റെ രജിസ്ട്രേഷൻ വേണം. ഇല്ലാതെ വരുന്നത് ചട്ടലംഘനമാണ്. ഇതാണ് സെക്ഷൻ 3. ഇവിടെ ഏത് സ്ഥാപനമാണ് അതിനകത്തുള്ള എക്സംഷൻ എന്താ? അതിനകത്ത് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന ഒരു ആക്ടാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിനകത്തെ 2-ാം വകുപ്പിലെ H എന്ന് പറയുന്ന രണ്ടാം വകുപ്പിലെ H എന്ന് പറയുന്ന ഉപവകുപ്പിലെ അതാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പറയുന്നത്. ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതിന്റെ 3-ാം എക്സ്പ്ലനേഷനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു കരാർ ഏറ്റെടുക്കുകയാണെങ്കിൽ വിദേശത്ത് നമുക്ക് പണം വയ്ക്കാം. നമ്മുടെ തിരുവനന്തപുരത്തെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ നിങ്ങൾക്കൊരു വിദേശത്ത് ഒരു ക്ലയന്റ് ഉണ്ടെങ്കിൽ അയാളിൽ നിന്ന് ഫീസ് വാങ്ങിച്ചാൽ FCRAയുടെ പരിധിക്കകത്ത് വരുമോ? ഒന്ന്. അതുപോലെ തന്നെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന IT കമ്പനികൾ. ഈ 2 ഉദാഹരണങ്ങൾ ചോദിച്ചുകൊണ്ട് എൻ്റെ ഒരു സംശയം, ഈ സെക്ഷൻ 2H കുറിച്ച് പറഞ്ഞല്ലോ, ഈ ലൈഫിന് ഈ എക്സംഷൻ ഉള്ള വിഭാഗത്തിൽപ്പെട്ടതാണോ?
അല്ല, ഏത് വിദേശ ഏജൻസികൾക്കും ഗൂഡ്സ് ആൻഡ് സർവീസസിന്റെ ഭാഗമായിട്ട് ഇന്ത്യ, അതിനല്ലേ നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഗ്ലോബലൈസേഷന്റെ തിയറി തന്നെ എന്താണ്? ഈ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് എത്രയോ കയറ്റുമതി സ്ഥാപനങ്ങളുണ്ട്. ഇവര് കയറ്റുമതി ചെയ്യുന്ന ഗൂഡ്സിന്റെ പണം നമ്മൾ FCRA വഴിയാണോ കിട്ടുന്നത്? അല്ല. അതിനെ കോൺട്രിബ്യൂഷൻ എന്ന ആക്ടിൽ പറയുന്നത് ഒരു സാമ്പത്തിക ധനസഹായം എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഇത് എത്രയോ കേസുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ കേസ് വിശദീകരിച്ച ഏതായാലും ഒരു കൈരളി ചർച്ചയോ കോടതി മുറി ഞാൻ ഇതിന്റെ സത്തയാണ് പറയുന്നത്. എക്സ്പ്ലനേഷൻ 3 സെക്ഷൻ 2H നമ്മൾ വായിച്ചാൽ ഗൂഡ്സ് ആൻഡ് സർവീസസിനുള്ള എക്സംഷൻ നമുക്ക് വളരെ വ്യക്തമാകും. ഇതൊരു കോൺട്രിബ്യൂഷൻ ആയിട്ടേ കണക്കാക്കാൻ പറ്റില്ല. രണ്ടാമത്തെ സംഗതി, 3-ാം വകുപ്പാണ് ഇവർ പറയുന്നത്. 3-ാം വകുപ്പാണെങ്കിൽ 4-ാം വകുപ്പിൽ കൃത്യമായി ഏതൊക്കെ സമയത്താണ് 3-ാം വകുപ്പ് പ്രയോഗിക്കാൻ പാടില്ലാത്തതെന്ന് പറയുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് 4C-യിൽ പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും ഏജൻസി സംസ്ഥാന സർക്കാരിന്റെ ഏജൻസിയായി പ്രവർത്തിച്ചുകൊണ്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു ഗൂഡ്സ് ആൻഡ് സർവീസസിന്റെ ഭാഗമാണെങ്കിൽ വരില്ല. ഇവിടെ നേരിട്ട് ഇത് സർവീസാണ്. ഒരു കോൺട്രാക്ടർ അയാൾക്ക് കെട്ടിടം പണിത് കൊടുക്കാൻ വേണ്ടി ആരാണ് അയാളെ പണിയേൽപ്പിക്കുന്നത്? തിരുവനന്തപുരത്തെ കോൺസുലേറ്റ് ജനറൽ ആണ്. അക്കാര്യത്തിൽ വസ്തുതാപരമായ തർക്കം ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കോൺസുലേറ്റ് ജനറൽ കേസിൽ പ്രതിയാണോ? കോൺസുലേറ്റ് ജനറൽ പ്രതിയാകേണ്ടതല്ലേ? ഇവർ പറയുന്നത് പ്രകാരം പ്രതിയാക്കാൻ പറ്റില്ല. കാരണം നിൽക്കില്ല. അതൊരു വിദേശ രാജ്യവുമായി ഇന്ത്യ കേസ് നടത്തുന്നതിന് തുല്യമായി മാറും. ഇവിടെ അത്തരം സംഗതികളെ ഇടയ്ക്കിടയ്ക്ക് കമ്മീഷന്റെ പേര് പറഞ്ഞ് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ കേസിൽ കമ്മീഷൻ വേറെ, അത് അഴിമതിയാണെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണം. അങ്ങനെ ഒരു കേസ് നമ്മുടെ മുമ്പിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ 140 പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഒരു വിദേശ സംഘടന സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അത് വാങ്ങിച്ചതാണ് ഇതിനകത്തെ ചട്ടലംഘനം എന്നുള്ള വിഷയം ചർച്ച ചെയ്യണം. സെക്ഷൻ 3 നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. സെക്ഷൻ 3 നിൽക്കുമോ ഇല്ലയോ എന്നുള്ള പ്രാഥമികമായിട്ടുള്ള വാദം, അതായത് ഹരീഷ് ഒറ്റ വാചകത്തിൽ ഞാൻ മറ്റുള്ളവരിലേക്കും, അതായത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും ആവർത്തിച്ചത് നിയമോപദേശം കിട്ടിയിട്ടുണ്ട്. ഈ കേസ് CBIക്ക് ആ വിധത്തിൽ, അതായത് ഇപ്പോൾ ഈ പറയുന്ന FCRA ആക്ടിന്റെ ലംഘനം ചൂണ്ടിക്കാട്ടി സെക്ഷൻ 3-യും സെക്ഷൻ 35 പ്രകാരം കേസെടുത്തത്, അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കുന്ന മറ്റൊന്നാണ്. അതിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം, അല്ലെങ്കിൽ കോടതി നിർദ്ദേശം വേണം. ഈ റൂട്ടിലല്ല CBI പോയിട്ടുള്ളത്. അപ്പോൾ ഈ കേസ് നിലനിൽക്കില്ല എന്ന നിയമോപദേശവും അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ കോടതിയിൽ നിലയുറപ്പിക്കുകയുമാണിപ്പോൾ. അതൊരു ശരിയായ റൂട്ടാണ്, അതിനുള്ള സാധ്യത കൂടുതലാണ് എന്നാണോ അഭിഭാഷകനായ ഹരീഷ് വാസുദേവൻ പറഞ്ഞു വരുന്നത്? കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ കേസ് നടത്തിയ ആളാണ് ഞാൻ. ആ കേസിൽ ഞങ്ങൾ തോറ്റുപോയത് കേരള ഹൈക്കോടതി ഈ കേസ് നിയമത്തിന്റെ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്യുകയും എന്തുകൊണ്ട് കേസെടുക്കാൻ CBIക്ക് പറ്റില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ സെക്ഷൻ 3 എങ്ങനെ നിൽക്കും, സെക്ഷൻ 35 എങ്ങനെ നിൽക്കും എന്നത് പ്രാഥമികമായി പോലും കണക്കാക്കാൻ കഴിയില്ല. ഈ വാദം വിശദമായി പരിശോധിക്കേണ്ടതുള്ളത് കൊണ്ടാണ് നിങ്ങൾ തൽക്കാലം അന്വേഷണം തുടരൂ. കാരണം FIR ഇട്ടിട്ടേ ഉള്ളൂ. നിങ്ങൾ അന്വേഷണം തുടരും. ഇൻ ദ മീൻ വൈൽ കോടതി അതിന്റെ വിശദമായ വാദങ്ങളിലേക്ക് കടക്കും. ഏത് സ്റ്റേജിൽ വെച്ചും നമുക്ക് ഈ കേസിൽ FIR ക്വാഷ് ചെയ്യണമെന്ന് കോടതിക്ക് തോന്നിയാൽ ക്വാഷ് ചെയ്യാം. എന്റെ നിയമപരമായ പരിമിതമായ അവബോധം അനുസരിച്ച് സെക്ഷൻ 3 നമ്മൾ വായിച്ചു നോക്കിയാൽ സെക്ഷൻ 3യുടെ പെർവ്യൂവിൽ, സെക്ഷൻ 2Hന്റെ പെർവ്യൂവിൽ ഇതൊരു ഫോറിൻ കോൺട്രിബ്യൂഷൻ അക്സെപ്റ്റൻസ് അല്ല, ഇതൊരു കോൺട്രാക്ട് ആണ്. ഇത് നമ്മുടെ കോൺസുലേറ്റിലേക്ക് കുറച്ച് ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി, കോൺസുലേറ്റ് ജനറലിന് കുറച്ച് ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്കൊരു കെട്ടിടം തിരുവനന്തപുരത്ത് പണിയാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് ഒരു ടാക്സി കോൺട്രാക്ട് എടുത്താൽ, ഈ ടാക്സിക്കാരൻ അവർ പണം കൊടുത്താൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് പ്രകാരം കേസെടുക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഈ കേസിലും പറ്റില്ല. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ആദ്യം താങ്കളിലേക്ക്. ഇതാണ് സംസ്ഥാന സർക്കാരും പറയുന്നത്, നിയമപരമായി നിലനിൽക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അത് കോടതി പരിശോധിക്കണം. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം, ഈ വർഷം ജനുവരിയിൽ കൊണ്ടുവന്ന കേന്ദ്ര വിജ്ഞാപനം, നേരത്തെ സ്വരാജും അത് പറഞ്ഞു, ഇപ്പോൾ ഹരീഷ് വാസുദേവനും അത് പറഞ്ഞു. ആ വിജ്ഞാപനത്തിൽ ഈ ഓഡിറ്റിന് വിധേയമായ C&AGയുടെ ഓഡിറ്റിന് വിധേയമായ എല്ലാ ഗവൺമെൻറ് ഏജൻസികളെയും ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒരൊറ്റ വിജ്ഞാപനം തന്നെ ഈ നിലയിലുള്ള CBIയുടെ ഈ തിടുക്കത്തിനും അമിതോത്സാഹത്തിനും തിരിച്ചടിയാവാനുള്ള വലിയ സാധ്യതയുണ്ട് എന്നാണ് നിയമവിദഗ്ധരും പറയുന്നത്. ഞാൻ പ്രിയപ്പെട്ട ശ്രീ ഹരീഷ് വാസുദേവ്, അദ്ദേഹം നിയമവിദഗ്ധനാണ്, ഈ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്നയാളാണ്. എനിക്ക് ഒറ്റ കാര്യം, സെക്ഷൻ 3-യും സെക്ഷൻ 35 ഒക്കെ കോടതി വിശദമായി അടുത്ത വാരത്തിൽ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വരുമ്പോൾ അത് പരിശോധിച്ച് വരട്ടെ. ഹരീഷ് വാസുദേവൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു കാര്യം ചോദിച്ചു. ഇപ്പോൾ അനിൽ അക്കരെ MLAയുടെ പെറ്റീഷൻ മേടിച്ചു. അനിൽ അക്കരെ MLAക്ക് ഇനി അഴിമതി നടന്നതാണോ സംശയം എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഇത് CBIയുടെ സൂപ്രണ്ട് ഓഫ് പോലീസ് കൊച്ചി യൂണിറ്റിലെ അനിൽ അക്കരെ MLA കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് വയലേഷൻ ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്
ബൈ ദി ലൈഫ് മിഷൻ Yes. ആൻഡ് ഏജൻസി ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി CBI കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന FIR-ൽ പറഞ്ഞിരിക്കുന്നത് ഒഫൻസ്, സസ്പെക്ടഡ് ഒഫൻസ്, ക്രിമിനൽ കോൺസ്പിറസി ആൻഡ് വയലേഷൻ ഓഫ് FCR ആക്ട് 2010. ഇതാണ് CBI കോടതിയിൽ സമർപ്പിച്ച FIR-ൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ ഈ കാര്യമാണ് കോടതി പരിശോധിക്കുന്നത്. ഇനി ഇപ്പോ നമ്മുടെ സ്വരാജ് പറഞ്ഞതനുസരിച്ചാണെങ്കിലും ഹരീഷ് വാസുദേവ് പറഞ്ഞതനുസരിച്ചാണെങ്കിലും ഇതാണല്ലോ പരിശോധിക്കപ്പെടുന്നത്. അത് നിയമപരമായി കോടതിയെ പരിശോധിക്കപ്പെടട്ടെ. ഇപ്പൊ ഹരീഷ് വാസുദേവ് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം തന്നെ ഈ സ്പോർട്സ് കൗൺസിലിന്റെ കേസ് വാദിച്ച് തോറ്റുപോയെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ഇപ്പോൾ സെൽഫ് ഗോൾ അടിച്ചിട്ടാ പോയത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോ തിരുവനന്തപുരത്തുള്ള കൗൺസിലേറ്റ് ജനറലിന്റെ ഓഫീസിലേക്ക് കുറച്ച് ഫർണിച്ചർ വാങ്ങിക്കാൻ അവിടെ നിന്ന് വിദേശ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഒരു ആളെ വിളിച്ച് ഫർണിച്ചർ വാങ്ങിച്ചാൽ അതിന് ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് എങ്ങനെ പ്രയോജനപ്പെടുത്തുക, എങ്ങനെ അതിനെക്കുറിച്ച് ആരോടും പറയാൻ കഴിയുമെന്നല്ല, കഴിയില്ല. അദ്ദേഹം തന്നെ എന്നിട്ട് ഇതിനു മുമ്പ് തന്നെ ഹരീഷ് വാസുദേവ് പറഞ്ഞത് ഇത് ഗവൺമെന്റിന്റെ ഒരു ഏജൻസി മുഖാന്തരം പാവപ്പെട്ടവർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ചാരിറ്റി മൂവ്മെന്റ്, അതിന്റെ ഭാഗമായി UAE ഗവൺമെന്റ് റെഡ് ക്രസന്റിൽ കൂടി നൽകുന്ന ഒരു സഹായം. ഇത് രണ്ടും അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെച്ചത് കേട്ടാൽ റെഡ് ക്രസന്റ് ഒരു സ്വകാര്യ വ്യക്തിയുമായി ഇവിടുത്തെ കൗൺസിലേറ്റിന് വേണ്ടി എന്തോ ഒരു ബിസിനസ് നടത്തിയ പോലെ അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതൊന്ന്. ഇനി അങ്ങനെ വന്നാൽ അത് അട്രാക്ട് ചെയ്യപ്പെടും. ഇത് അങ്ങനെയല്ല, ഇതൊരു സർവീസ് ആണ്, അതിന്റെ ഒരു ഭാഗത്ത് ഗവൺമെന്റ് ഏജൻസിയുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് സെക്ഷൻ 4-ന്റെ എക്സംഷൻ കിട്ടും എന്ന് പറഞ്ഞത്. അത് എന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും ഞാൻ ചോദിച്ചത് എന്താണെന്നുള്ളത്. എത്ര സ്ഥലത്ത് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ന്യായീകരിക്കാനൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതും നിങ്ങൾ പറഞ്ഞതിലും തോന്നിയ ഒരു സംശയം ചോദിച്ചു എന്ന് മാത്രം. ഇനി ഈ സ്വരാജ് പറഞ്ഞതുപോലെയും നമ്മുടെ വക്കീല് സൂചിപ്പിച്ചതുപോലെയും 2010 പുതിയ ഭേദഗതി അനുസരിച്ചുള്ള ചില സൗകര്യങ്ങളൊക്കെ ഗവൺമെന്റിന് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ 1-2 കൊല്ലത്തിന് മുമ്പ് നടന്ന പ്രളയ സമയത്ത് ഗൾഫ് നാട്ടിൽ നിന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തെ സഹായിക്കാൻ വേണ്ടി ഗൾഫ് കൺട്രീസ് ഓഫർ ചെയ്തിരുന്നു. അത് നേരിട്ട് ഗവൺമെന്റ് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എന്താ പറഞ്ഞേ? തടഞ്ഞു. അങ്ങനെ ഒരു തടഞ്ഞു. അപ്പൊ പിന്നെ 2010 ഈ നിയമം ഉണ്ടെങ്കിൽ അന്ന് സംസ്ഥാന ഗവൺമെന്റ് കോടതിയിൽ പോയി അത് വാദിച്ച് ആ പൈസ വാങ്ങിച്ചുകൂടായിരുന്നു. ഇത് 2020 കേട്ടത്. റൈറ്റ്. ഇവിടെ സ്വരാജ് 2010 ഉണ്ടായ ഭേദഗതിയെ കുറിച്ചൊക്കെ പറയുന്നെങ്കിലും അതിനുശേഷം വന്ന ഭേദഗതി എടുത്താലും ഇപ്പോ ഹരീഷ് വാസുദേവ് പറഞ്ഞതനുസരിച്ചാണെങ്കിലും ഒരു ഗവൺമെന്റ് ഏജൻസിക്ക് പകരം ഇത് ഗവൺമെന്റ് തന്നെയാണ് നമ്മൾ പ്രളയ സമയത്തെ കാര്യങ്ങൾ ചെയ്തത്. സ്വരാജിന് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് എന്താണ്? അതെല്ലാവരും ഓർക്കുന്നതാണ്. പ്രളയ സമയത്ത് UAE നമ്മളെ നേരിട്ട് സഹായിക്കാൻ വന്നപ്പോൾ കേന്ദ്രത്തിന് തടയാനായി. പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്താണ്? ഈ FCRIയുടെ എക്സംഷൻസ് ഗവൺമെൻറ്റിനും ഗവൺമെൻറ് ഏജൻസികൾക്കും കിട്ടും. ഇത് സർവീസാണ്. ആ സർവീസിൻ്റെ ഭാഗത്ത് ഫോറിൻ കോൺട്രിബ്യൂട്ടറായിട്ട് നിൽക്കുന്നത്, സോഴ്സായിട്ട് നിൽക്കുന്നത് UAE കോൺസുലേറ്റ് ആണ്. ആ സർവീസിൽ ഏജൻ്റായി നിൽക്കുന്നയാളാണ് കരാറുകാരൻ. ആർക്കു വേണ്ടി? സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഏജൻസി നടപ്പാക്കുന്ന ഒരു സർവീസ്, ഭവനരഹിതർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു സർവീസ് മാറ്റർ. ഈ നിലയിലുള്ള എക്സംഷൻ ഉണ്ടെന്നാണല്ലോ സെക്ഷൻ 4 പ്രകാരം താങ്കൾ പറയുന്നത്, 4C പ്രകാരം താങ്കൾ പറയുന്നതും നേരത്തെ ഹരീഷ് വാസുദേവൻ പറഞ്ഞത്. പക്ഷെ അപ്പോൾ UAE തന്നെ കേരളത്തിൻ്റെ നീക്കത്തെ തടഞ്ഞ ഒരു ഉദാഹരണം ശരചന്ദ്ര പ്രസാദ് പറഞ്ഞത് ഓർമ്മയില്ലേ? അതുപോലെ തന്നെ കേന്ദ്ര വിജ്ഞാപനം, ഏറ്റവും പുതിയ കേന്ദ്ര വിജ്ഞാപനം അറിയാത്തവരാണോ CBI? ആ വിജ്ഞാപനം നിലനിൽക്കെ ഇത് കഴിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ തിടുക്കത്തിൽ ഇറങ്ങിത്തിരിക്കുമോ എന്നുള്ള ചില ചോദ്യങ്ങൾ അങ്ങനെ ചിലർക്ക് ചില സംശയങ്ങളുടെ സ്വരാജ് അത് നിലനിൽക്കത്തക്കതില്ല ഈ ഘട്ടത്തിലെങ്കിലും. തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെ ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടല്ല ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ നേതാവും BJPയുടെ നേതാവും ഈ ചർച്ചയിൽ മറുവാദങ്ങൾ ഉന്നയിക്കുന്നത്. അതൊരു പുകമറ സൃഷ്ടിക്കാനാണ്. നമുക്ക് ഈ ചർച്ച ചെയ്യുന്ന ഓരോ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ഊഴത്തിൽ കോൺഗ്രസ് നേതാവ് ഇവിടെ സംസാരിച്ചപ്പോൾ കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിനെ സംബന്ധിച്ച് പരാമർശിക്കവേ പറഞ്ഞ ഒരു വാക്ക് ലൈവായി നിൽക്കുക എന്നതാണ്. എൻ്റെയും ആരോപണം അത്രയേ ഉള്ളൂ. ഈ പ്രശ്നത്തെ ലൈവാക്കി നിർത്താൻ നിങ്ങളോടൊപ്പം ഈ അന്വേഷണ ഏജൻസിയെ കൂടി നിങ്ങൾ ഉപയോഗിക്കുന്നു. അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഓരോ വിഷയത്തിലേക്കായിട്ട് വരാം. ഇപ്പോൾ ഇവിടെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ,
ആ ചോദിച്ച ചോദ്യം എനിക്ക് തോന്നുന്നു അതെ, ഞാൻ സംസാരിക്കുന്നതന്നെ എൻ്റെ ചെവിയിലേക്ക് തിരിച്ചു വരുന്നു. അത് അതൊന്ന് clear ചെയ്യാം. എന്തെങ്കിലും ആ സാങ്കേതിക അത് പ്രശ്നം ഒന്ന് എപ്പോഴും പരിഹരിക്കണം. ഉണ്ടാവും അല്ലേ? എന്നാലേ അത് clear ചെയ്യാം. എനിക്ക് തുടർന്ന് പറയാൻ പറ്റൂ. എനിക്ക് അത് ക്ലിയർ ആയാലാണ് എനിക്ക് ഇപ്പം ശരിയായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇവിടെ ചോദിച്ചൊരു ചോദ്യം ഇതാണ്. ഈ FCRAയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം 2010 ഇത് ക്ലിയർ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് പ്രളയത്തിൽ നിങ്ങളിത് വാങ്ങാൻ സാധിച്ചില്ല എന്നാണ് ചോദ്യം. അത് തെറ്റിദ്ധാരണയാണ്. 2010 ആരും പറഞ്ഞില്ല. 2020 ജനുവരി 30, പ്രളയം 2018. 2018 പ്രളയം. 2020 ജനുവരി 30 അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ അധീനതയിലോ അതിന്റെ ഭാഗമായോ രൂപീകരിക്കപ്പെട്ട ഓർഗനൈസേഷൻ FCRA പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നു. CAG ഓഡിറ്റ് വേണം എന്ന നിബന്ധനയിൽ. അതാണ്. അപ്പൊ 2018 ഈ വിജ്ഞാപനം ഇറങ്ങിയിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. 2, അങ്ങ് തന്നെ ഇവിടെ സമ്മതിച്ചു. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഒരു വലിയ പ്രചരണത്തെ അങ്ങ് തന്നെ ഇവിടെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. പരാതി അഴിമതിയല്ല, FCRA നിയമത്തിന്റെ ലംഘനമാണ്. അതാണല്ലോ പരാതി നിങ്ങൾ പറഞ്ഞത്. അഴിമതിയെ സംബന്ധിച്ചല്ല പരാതി, FCRA നിയമം ലംഘിച്ചു എന്നതാണ് പരാതി. ആ FCRA നിയമം ഇതിന് ലൈഫ് മിഷന് ബാധകമല്ല എന്നാണ് 2020 ജനുവരി 30 ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ്. ഇനി വക്കീൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യവും ഞാൻ പരാമർശിച്ചതും എന്താണെന്ന് വെച്ചാൽ, ഈ യൂണിടാക്ക് ബിൽഡിംഗ് നിർമ്മിക്കുകയാണ്, കെട്ടിടം നിർമ്മിക്കുകയാണ്. അതിൻ്റെ കൂലിയാണ് അവർ വാങ്ങുന്നത്. മനസ്സിലായില്ലേ? അത് സൗജന്യമായി ചെയ്യണം എന്നാണ് പറയുന്നത്. എത്രയോ വിദേശ എംബസികൾ, കോൺസുലേറ്റുകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. അവർക്ക് ഇവിടെ സ്വന്തം കെട്ടിടം ഉണ്ടായാലും കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കാൻ പാടില്ലേ? ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണമെന്നാ. അപ്പൊ എവിടെയാണ് അവിടെ സംഭാവന വരുന്നത്? സംഭാവന വരുന്നത് വ്യാഖ്യാനിച്ചാൽ ആർക്കാണ്? റെഡ് ക്രസന്റ് കോൺസുലേറ്റ് മുഖാന്തരം ഈ കെട്ടിടം നിർമ്മിക്കുന്നു. ആ കെട്ടിടം നിർമ്മിക്കാൻ നിർമ്മാണ കമ്പനിയെ ഏൽപ്പിക്കുന്നു. നിർമ്മാണ കമ്പനി നിർമ്മാണം പൂർത്തിയാക്കി കാശ് വാങ്ങി പിരിയുന്നു. ആ കെട്ടിടം നൽകുന്നത് ആർക്കാണ്? ലൈഫിനാണ് കിട്ടുന്നത്. ലൈഫിന് ഇത് സ്വീകരിക്കാൻ 2020 ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അസാധാരണ ഗസറ്റ് പ്രകാരം ഒരു തടസ്സവുമില്ല. ഇവിടെ എവിടെയാണ് ലംഘനം നടന്നത്? അങ്ങ് ദയവായി ഈ ചർച്ചയിൽ വിശദീകരിക്കൂ. FCRA നിയമത്തിന്റെ ലംഘനം ഇവിടെ എവിടെയാണ് നടന്നിട്ടുള്ളത്? അത് വിശദീകരിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ബഹുമാന്യായ BJP നേതാവ് ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് മോശം കെട്ടിടം, അതിൽ സുരക്ഷിതത്വത്തിന്റെ പ്രശ്നം. അത് നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അത് ലൈഫിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണെന്നും അത് ഗുണനിലവാരമുള്ളതാണെന്നും നമ്മൾ ഉറപ്പുവരുത്തും. എന്നിട്ടാണ് ആളുകൾക്കത് വിതരണം ചെയ്യുക. അതോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ഏത് അന്വേഷണവും വരട്ടെ എന്ന് പറഞ്ഞു. CBI വന്നപ്പോൾ എതിർത്തു. എന്താ കാരണം? ഏത് അന്വേഷണവും വരട്ടെ എന്ന് പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലാണ്. എല്ലാ അന്വേഷണവും വന്നു, സ്വാഗതം ചെയ്തു. എതിർക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. കാരണം ആ കാര്യത്തിൽ 101% സംശുദ്ധമായി ഞങ്ങൾ നിൽക്കുന്നു. CBI വന്നപ്പോൾ ഞങ്ങൾ എതിർത്തു. എന്തുകൊണ്ട് എതിർത്തു? സംശുദ്ധം അല്ലാത്തതുകൊണ്ടാണോ? അല്ല. CBI വന്നപ്പോൾ എതിർത്തത് ഇവിടെ കെട്ടിടം പണി നിൽക്കും, വീട് പണി നിന്നു, 140 പാവങ്ങൾക്ക് ഇനി വീട് കിട്ടില്ല, അത് മുടങ്ങി, അതിനെയാണ് എതിർക്കുന്നത്. ഈ NIAക്ക് തന്നെ ഇതും വേണമെങ്കിൽ അന്വേഷിക്കായിരുന്നല്ലോ. സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് പറയാം. NIAയുടെ അന്വേഷണ പരിധി. NIAക്ക് അന്വേഷണ പരിധിയില്ല, എന്തും അന്വേഷിക്കാം. അപ്പൊ NIA വന്നിട്ടും ഈ ഗവൺമെന്റിനെതിരെ ഒന്നും കിട്ടിയില്ല. ED വന്നിട്ടും ഒന്നും കിട്ടിയില്ല. കസ്റ്റംസ് അന്വേഷിച്ചിട്ടും എവിടെയും എത്തിയില്ല. അപ്പോൾ ഒരു പുതിയ നാടകം. ഇത് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടല്ല കേട്ടോ. CBI ആരുടെയെങ്കിലും മൂക്ക് ചെത്തുമെന്ന് കരുതിയിട്ടല്ല. ഈ അന്വേഷണവും ഈ കോലാഹലവും പുകമറയും ഒരു 6 മാസം കൊണ്ടുപോകണം. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ബഹുമാന്യനായ നേതാവ് പറഞ്ഞ പോലെ ലൈവാക്കി ഇതിനെ നിലനിർത്തണം. അത്ര മാത്രമേ ഉദ്ദേശമുള്ളൂ. നിങ്ങൾ അതൊക്കെ ചെയ്തോ, അപ്പൊ ഇവിടെ കെട്ടിടം പണി മുടങ്ങും. ലൈഫിൽ വീട് കെട്ടുന്നവർക്ക് അത് ഇല്ലാതെയാവും. അതിനെ നോക്കി നിൽക്കാനാവില്ല. സ്വരാജ് വിചാരിക്കുന്നത് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഇതിനെ നിയമപരമായി തർക്കിച്ച് ഇങ്ങനെ ഹൈക്കോടതിയിലേക്ക് പോകും എന്നൊരു ധാരണ ഇവർക്കുണ്ടായില്ല എന്നുകൂടിയാണോ ധരിക്കുന്നത്? അത് ഇപ്പോൾ പറഞ്ഞല്ലോ, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്ലാനോട് കൂടിയാണ് CBI വന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് അല്ല വിഷയം. കുറേ മാസങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് CBIയുടെ സ്പേസും വരവും സാന്നിധ്യവും ഗുണം ചെയ്യും എന്ന രാഷ്ട്രീയമാണ് എങ്കിൽ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഇതിനെ കണ്ടസ്റ്റ് ചെയ്യും, നിയമപരമായി നീങ്ങും എന്ന് ഒരു ധാരണയില്ലാതെ പോയിട്ടുണ്ടാകാമോ? അങ്ങനെ ധരിക്കുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്നത് CBIക്കെതിരായ ഒരു
നിലപാട് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ബംഗാളിൽ CBI ഉദ്യോഗസ്ഥരെ അടച്ചുപൂട്ടിയിടുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചപ്പോൾ നമ്മൾ അതിനൊന്നും പിന്തുണച്ചിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും CPIM ഒരിക്കലും ഇത്തരം ഏജൻസികൾക്കെതിരെ ഒരു അതിര് വിട്ടു പോകാറില്ല. നിലപാട് പറയുക, അഭിപ്രായം പറയുക, അത്രേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ എല്ലാ അന്വേഷണത്തെയും സ്വാഗതം ചെയ്തു. അപ്പോൾ ഇവർ കരുതിയിട്ടുണ്ടാവും എല്ലാം സ്വാഗതം ചെയ്തല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ വേറെ പരിപാടിക്കൊന്നും ഈ പാർട്ടി ഈ ഗവൺമെന്റ് പോവില്ല എന്നിവർ കരുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ചാടി പുറപ്പെട്ട് വരുമ്പോൾ നമ്മുടെ അനുവാദം വേണം ഇവർക്ക്. ഈ സെക്ഷൻ 6 പ്രകാരം, ഡൽഹി പോലീസ് ആക്ടിന്റെ സെക്ഷൻ 6 പ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ അന്വേഷിക്കാൻ പറ്റൂ. ഇതൊന്നും വാങ്ങാതെ വന്നിരിക്കല്ലേ, ചാടി പുറപ്പെട്ടിരിക്കല്ലേ. അതും അഴിമതിയല്ല അന്വേഷിക്കുന്നത്. അഴിമതിയാണെങ്കിൽ അതിന് ഗവൺമെന്റോ ഹൈക്കോടതിയോ ഇവിടെ പറഞ്ഞതുപോലെ ഇവരെ ചുമതലപ്പെടുത്തണം, ഇവരോട് ആവശ്യപ്പെടണം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് പറഞ്ഞു ഞങ്ങളുടെ പരാതി അഴിമതിയല്ല, FCRA ലംഘനമാണ്. ആ FCRA ലംഘനം ഇല്ലാന്നാണ് ഞാൻ 2020 നോട്ടിഫിക്കേഷൻ പ്രകാരം ഞാൻ പറഞ്ഞ ഗസറ്റ് വിജ്ഞാപനം പ്രകാരം. അത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഒറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണണ്ടേ, ഞാൻ തുടക്കത്തിലെ രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് തന്നെ വരികയാണ്. അതിന് അങ്ങ് മറുപടി പറയണമെന്ന് എനിക്ക് നിർബന്ധമില്ല, പക്ഷെ ഞാനത് ഉന്നയിക്കുകയാണ്. എന്താണ് കാരണം? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതാക്കന്മാരെ അന്വേഷണ ഏജൻസികൾ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. അത് കോൺഗ്രസ് ഭരണത്തിലുള്ളിടത്ത് മാത്രമല്ല. ഇപ്പൊ രാജസ്ഥാനിൽ ഭരണത്തിലാണെന്ന് പറയാം, തമിഴ്നാട്ടിൽ ചിദംബരത്തെ വേട്ടയാടി, തമിഴ്നാട്ടിൽ ഭരണത്തിലാണോ? DK ശിവകുമാറിനെ ജയിലിലടച്ചു, കർണാടകയിൽ ഭരണത്തിലാണോ? ഇപ്പോൾ അഹമ്മദ് പട്ടേലിനെ 25 മണിക്കൂർ ചോദ്യം ചെയ്തു, ഭരണത്തിലായിട്ടാണോ? ഇനി കോൺഗ്രസ് നേതാവ് അല്ലാതിരുന്നിട്ട് പോലും പ്രിയങ്ക ഗാന്ധിയുടെ ജീവിത പങ്കാളിയായി എന്ന ഒരു മേൽവിലാസം കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട് റോബർട്ട് വധേരയെ 72 മണിക്കൂർ ചോദ്യം ചെയ്തു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ നേരെ മാത്രമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തിരിയാത്തത്. അതോ തിരിയാൻ കേസ് ഉണ്ടായിട്ട് ടൈറ്റാനിയം കേസ് വെച്ചിരിക്കുകയാണ്, ഇവിടെ തൊട്ടിട്ടില്ല. മുന്നിൽ വന്ന കേസ് പോലും തൊടുന്നില്ല. കേരളത്തിൽ മാത്രം തിരിയുന്നില്ല. ഇത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലുള്ള കോൺഗ്രസ് BJP അച്ചുതണ്ടിന്റെ ധാരണയുടെ ദൃഷ്ടാന്തമല്ലെങ്കിൽ മറ്റെന്താണ്? അങ്ങ് വിശദീകരിക്കൂ, എന്തുകൊണ്ടാണ്? അങ്ങ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതുകൂടി ഉന്നയിക്കുകയാണ് ഇവിടെ. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് പറയും, എന്താണ് മറുപടി? സ്വരാജ്, പ്രിയപ്പെട്ട സുഹൃത്ത് സ്വരാജ്, കാടടച്ച് വെടിവെച്ച് വിഷയം മാറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഏറ്റുകൂട്ടെ സ്വരാജ്, ഒരു സംശയം, നമ്മുടെ വക്കീല് ഇവിടെ ഹരീഷ് വാസുദേവ് പറഞ്ഞതും സ്വരാജ് പറഞ്ഞതും തമ്മില്, അതാണ് ഞാൻ എൻ്റെ കോൺട്രഡിക്ഷൻ ചോദിച്ചത്. കൗൺസിലേറ്റിന് വേണ്ടി അവർ കൊടുക്കുന്ന പൈസ കൂലി, ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് കൗൺസിലേറ്റിന് വേണ്ടി ഫർണിച്ചർ വാങ്ങിച്ചാൽ അതെങ്ങനെ FCRAയിൽ വരും. സ്വരാജ് ചോദിച്ചത് ഒരു കെട്ടിടം പണിക്ക് കൂലി കൊടുത്താൽ, സൗജന്യമായി കെട്ടിടം പണിയാൻ പറ്റുമോ? കെട്ടിടം പണിക്ക് കൂലി കൊടുത്താൽ അതെങ്ങനെ FCRAയിൽ വരും? ഏത് കെട്ടിടമാ? കൗൺസിലേറ്റിലെ ജീവനക്കാർക്ക് വേണ്ടി പണിയുന്ന കെട്ടിടമാണോ അത്? അല്ലല്ലോ. കൗൺസിലേറ്റിലെ ജീവനക്കാർക്ക് വേണ്ടി പണിയുന്ന കെട്ടിടത്തിനല്ല കൗൺസിലേറ്റ് ഈ കൂലി കൊടുത്തിരിക്കുന്നത്. അത് കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലൈഫിന്റെ കീഴിൽ, വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനായിട്ടുള്ള ലൈഫുമായി ബന്ധപ്പെടുത്തി കേരളക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി റെഡ് ക്രസന്റുമായി നേരത്തെ വെച്ച എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്ഥാപനം, അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രൈവറ്റ് ഏജൻസിയെ കരാറിൽ എംബസി ഏർപ്പാട് ചെയ്ത് ബന്ധപ്പെട്ട് വന്നൊരു കരാറാണ് അത്. എത്ര ലാഘവത്തോടെയാണ് എംബസി വീട് വെക്കുന്നതിന് കൂലി കൊടുക്കുന്നതാണ് സ്വരാജ് പറഞ്ഞത്. അത് കേട്ടോണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ അത് വിലപ്പോകുന്നതാണോ? ഇനി മറ്റൊന്ന്, ഇത് ഈ പാർട്ടിന് ലൈഫുമായി ബന്ധപ്പെട്ട് 2 വശമില്ലേ സ്വരാജെ? ഒന്ന് FCRA നിയമലംഘനം, മറ്റൊന്ന് കോടികളുടെ അഴിമതി. ആ കോടികളുടെ അഴിമതി കോൺഗ്രസ് പറഞ്ഞതാണോ? ഞാൻ ഇതേ ചാനലിൽ കൂടി ഞാൻ കേട്ടതാണ്, എന്റെ ചെവി കൊണ്ട്. ജനങ്ങൾ മുഴുവൻ, ഇതിന്റെ പ്രേക്ഷകർ മുഴുവൻ കേട്ടതാണ്. 4.5 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പറയുക, മറ്റു 2 മന്ത്രിമാരും ചേർന്നിട്ട് എല്ലാം കൂടി 9.5 കോടി രൂപയുടെ അഴിമതി. 20 കോടി രൂപയുടെ ലൈഫിന്റെ പദ്ധതിയിൽ 9.5 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പറഞ്ഞ ആരാ? കേരളത്തിലെ മന്ത്രിമാരാണ് പറഞ്ഞത്, അല്ലാതെ കോൺഗ്രസ് അല്ല പറഞ്ഞത്. അതെവിടെ? അപ്പൊ അത് അഴിമതിയില്ല. അതാ ചോദിക്കുന്നത്. നിങ്ങൾ 20 കോടി രൂപ, അതിൽ 15 കോടി രൂപയുടെ വീടും 5 കോടി രൂപയുടെ ആതുരാലയവും പണിയുമെന്ന് പറഞ്ഞു. ഈ 9.5 കോടി രൂപ കൊണ്ട് എത്ര വീട് വെക്കാമായിരുന്നു? മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് 140 പേർക്ക് വെക്കാവുന്ന വീട് നഷ്ടപ്പെട്ടു. അപ്പൊ അതിൽ ഈ 9.5 കോടി രൂപയുടെ വീട് എവിടെ വരും? എവിടെ വരും? അപ്പൊ അഴിമതി ഒരു വശത്തുണ്ട്, അഴിമതിയുടെ കണക്കുകൾ ഒരു വശത്തുണ്ട്. എപ്പോഴാ വന്നത്? സ്വപ്ന സുരേഷിന്റെ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനെ അനിലക്കരയുടെ പരാതി പറഞ്ഞു നിർത്തോട്ടെ, ഇടപെടരുത്.
സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഏത് ഏജൻസിയും അന്വേഷിച്ചോട്ടെ, NIA അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രി എഴുതി കൊടുത്തതാണ്. ആ NIA അന്വേഷിച്ചപ്പോ ബാങ്ക് ലോക്കറിൽ നിന്നും 1 കോടി രൂപ സ്വപ്നയുടെ ബാങ്ക് ലോക്കറിൽ നിന്ന് കിട്ടി. അതെങ്ങനെയാ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടന്റ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജോയിന്റ് ലോക്കർ, അതിൽ നിന്നും 1 കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞു. ആ 1 കോടി രൂപ എവിടെന്നാ? എന്താ നമ്മൾ പത്രത്തിൽ വായിച്ചേ? ഞാനും ശരത്തും സ്വരാജും എല്ലാം വായിച്ച എങ്ങനെയാ? ആ 1 കോടി രൂപ ലൈഫിന്റെ ഒരു ഹർജി, അതിൽ FCRA അനിൽ അക്കരയുടെ പെറ്റീഷൻ, ഈ പെറ്റീഷനിൽ അഴിമതിയാണോ വിഷയം, FCRA ആണോ വിഷയം, FCRA ലംഘനമാണോ വിഷയം? ശരത്തെ ഇപ്പൊ കോടതിയിൽ മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്നത് അഴിമതിയാണ്. അവിടെ അഴിമതി, അങ്ങനെ അഴിമതിയാണെങ്കിൽ CBIക്ക് ഈ വിധം കേസെടുക്കാനാകുമോ? ശരത്തെ അത് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്, അതിനകത്ത് പറയുന്നില്ല 1 കോടി രൂപയിൽ കൂടുതൽ. അതല്ലേ ചോദിച്ചത്. ഇവിടെ CBI അന്വേഷണത്തിന് വന്നിരിക്കുന്നു. CBIയുടെ കേസ് അന്വേഷണം അഴിമതി നിരോധന നിയമപ്രകാരമാണോ? നേരത്തെ ഇവരൊക്കെ ചോദിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സ്വമേധയാ കേസെടുക്കാൻ CBIക്ക് കഴിയുമോ? അപ്പോ അക്കരയുടെ പരാതി എന്താണ്? ഗവൺമെന്റ് കോടതിയിൽ അഴിമതി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചതല്ല. അനിലക്കരയാണല്ലോ ഇതിലെ പരാതിക്കാരൻ. അനിലക്കരയുടെ പരാതി അഴിമതി എന്ന പ്രശ്നമാണോ, FCRAയുടെ ലംഘനമാണോ പ്രശ്നം? അനില് പരസ്യമായ ഡോക്യുമെന്റ് ആണ്. അനിലക്കര കൊടുത്തത് അവിടെ ഇരുന്നോട് ഇപ്പൊ ശരത്ത് മെയിലിൽ അടിച്ചു നോക്കിയാൽ അനിലക്കര. എനിക്കെന്തിനാണ് ഏറ്റവും കോമ്പിറ്റന്റ് ആയുള്ള ശരത്ചന്ദ്ര പ്രസാദിലെ ഈ ചർച്ചയിൽ താങ്കൾ പറഞ്ഞാൽ മതി. അനിലക്കരയുടെ പരാതി എന്ത് സ്വഭാവത്തിലുള്ളതാണ്? ശരത്ത് ഞാൻ പറഞ്ഞില്ലേ, അനിലക്കര കൊടുത്ത പരാതി FCRA ആക്ട് പ്രകാരമുണ്ട്. പക്ഷേ ഈ ലൈഫിന്റെ വിഷയത്തിൽ 2 വശമില്ലേ? ഭരിക്കുന്ന മന്ത്രിമാർ തന്നെ പറഞ്ഞിരിക്കുന്നു 9.25 കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു എന്ന്. 9.25 കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നുവെന്ന് ഭരിക്കുന്ന മന്ത്രിമാർ സമ്മതിച്ചിരിക്കുന്നു. ഏതായാലും അതൊരു നിയമ തർക്കമാണ്. താങ്കൾ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയും സ്വരാജും ശരത്തും നമ്മുടെ വക്കീലുമെല്ലാം ഇത് അഴിമതി നടന്നിട്ടില്ലെന്ന് പറയുമോ? നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളാണ് താങ്കൾ ആവർത്തിക്കുന്നത്. അതിനുള്ള അവകാശം താങ്കൾക്കുണ്ട്, താങ്കൾ അത് ചെയ്തു. ഇത് രാഷ്ട്രീയ ആരോപണമല്ല, ഇത് പ്രതിപക്ഷം പറഞ്ഞ ആരോപണമല്ല. കാരണം ആ ആരോപണം നിങ്ങൾക്കുണ്ട്, അതിനെ മറ്റുള്ളവർ നിരാകരിക്കുന്നു, നിഷേധിക്കുന്നു. പക്ഷേ ഞാൻ ചോദിച്ചത് ഈ ചർച്ചയ്ക്കകത്ത് എന്താണ് ശരത്ചന്ദ്ര പ്രസാദ്, ഇന്നത്തെ ഈ ചർച്ചയ്ക്കകത്ത് എന്താണുള്ളത്? കോടതിയിൽ നിലനിൽക്കുന്ന ഒരു തർക്കം, അതിന്റെ പശ്ചാത്തലം FCRAയുടെ ലംഘനമുണ്ടോ ഇല്ലയോ? ഞാൻ പറയുമ്പോൾ മാത്രം കോടതി എന്ന് പിടിക്കുന്നു. അല്ല, അത് നമ്മൾ അങ്ങനെയാണല്ലോ തുടങ്ങിയത്. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന, വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ തടസ്സമിടുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ പൈസ കൊടുക്കുന്നതിന്റെ 9.5 കോടി രൂപ എവിടെ പോയി? അതിൽ എത്ര പേർക്ക് വീട് കിട്ടുമായിരുന്നു? അതാണ് CBI അന്വേഷിക്കാൻ പോകുന്നതാണ് ഈ പറഞ്ഞു വരുന്നത് അല്ലേ? ശരി, അതാണ് CBI അന്വേഷിച്ചു വരുന്നത്. ശരി, മനസ്സിലായി. അപ്പൊ ഒരു കാര്യമുണ്ട് സ്വരാജ്, അദ്ദേഹം പറഞ്ഞു ഇത്രയാണ്: അനിലക്കരയുടെ പരാതിയിൽ FCRA ലംഘനവും ഉണ്ട്, അഴിമതിയുമുണ്ട്. 2 പ്രശ്നങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതിലാണിപ്പോൾ കോടതിയിൽ ഏതായാലും സർക്കാർ തർക്കിക്കുന്നതാണല്ലോ, നിയമപരമായി നിലനിൽക്കില്ല CBIക്ക് ഈ വിധം ഈ കേസിലേക്ക് എൻട്രി ചെയ്യാൻ എന്ന നിലയിൽ. പ്രൊഫസർ രമ, ഇക്കാര്യത്തിൽ ഈ പറഞ്ഞ തടസ്സങ്ങളെല്ലാം നിൽക്കെ അത് പരിശോധിക്കാതെ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി CBI ഈ വിഷയത്തിൽ ഇടപെട്ടോ? അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കൂടുതലായി വരികയാണ്. നേരത്തെ ഞാൻ ലക്നൌവിലെ തോൽവിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ താങ്കൾ അതിനപ്പുറത്തേക്ക് പോയില്ലല്ലോ, അത് ശരിയാണ്, CBI തോറ്റു എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഞാൻ അതിൻ്റെ ചില വിശദാംശങ്ങൾ കൂടി ഏതായാലും താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ കാട്ടാം. ലക്നൌവിൽ എങ്ങനെയാണ് അന്വേഷണ സംഘം 28 വർഷങ്ങൾ ഈ കേസ് അന്വേഷിച്ച് നടത്തിയ CBI പരാജയപ്പെട്ടു എന്ന് കോടതി പറഞ്ഞതിലെ ചില വിവരങ്ങൾ ഒന്ന് അക്കമിട്ട് നിരത്തിയത് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ലക്നൌവിൽ തോറ്റ CBI കൊച്ചിയിലേക്ക് വരുമ്പോൾ എന്ത് രാഷ്ട്രീയ താല്പര്യമാണ് നോക്കാം നമുക്ക്. കൊച്ചിയിലേക്ക് വരുമ്പോൾ എന്ത് തരത്തിലുള്ള തിടുക്കവും താല്പര്യവുമാണ് പ്രകടമാക്കുന്നത്? ഒരു തോൽവിയും ജയവും തമ്മിലുള്ള അകലം കൂടി നോക്കണമല്ലോ. അന്വേഷണത്തിൽ CBI ക്രിമിനൽ നടപടിച്ചട്ടം പാലിച്ചില്ല എന്ന് പറഞ്ഞ ലക്നൌവിലെ CBI കോടതിയാണ്. ഒരു പോയിന്റ്, ചില പോയിന്റുകൾ മാത്രമാണ്. ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാനായില്ല, വളരെ ഗുരുതരമാണ്. അതിലാണ് അദ്വാനി അടക്കമുള്ള മുതിർന്ന BJP നേതാക്കൾ ഉണ്ടായിരുന്നത്. വിശ്വസനീയമായ തെളിവുകൾ 28 വർഷത്തിന് ശേഷവും ഈ CBIക്ക് ഹാജരാക്കാനായില്ല എന്ന് പറയുന്നത് കോടതിയാണ്. പ്രതികളുടെ പ്രകോപന പ്രസംഗങ്ങളെ ബന്ധിപ്പിക്കുന്ന മൊഴികൾ ഹാജരാക്കിയിട്ടില്ല. ഈ സമൂഹത്തിൽ അതുമായി ബന്ധപ്പെട്ട എത്രയോ തെളിവുകൾ, എത്രയോ യാഥാർത്ഥ്യങ്ങൾ, ബോധ്യങ്ങൾ ഉണ്ടായിട്ടും കോടതിയിലേക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പള്ളി തകർക്കുന്നതിനിടെ പരിക്കേറ്റ 425 പേരിൽ ഒരാളുടെ മൊഴി പോലും ഹാജരാക്കിയില്ല ഈ അന്വേഷണ സംഘം എന്ന് കോടതി പറയേണ്ടി വന്നില്ലേ? കോടതി പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ. അതും ഹാജരാക്കിയ ഓഡിയോ, വീഡിയോ കാസറ്റുകൾ, ഫോട്ടോകൾ അവ സീൽ ചെയ്ത് ഭദ്രമാക്കിയില്ല എന്ന് ഈ അന്വേഷണ ഏജൻസിയെക്കുറിച്ച് കോടതി പറഞ്ഞില്ലേ?
വാർത്തകളിലെ വസ്തുതകൾ, മാധ്യമങ്ങളിൽ അക്കാലത്തടക്കം തുടർന്ന് ഇങ്ങോട്ടും വന്ന വസ്തുതകൾ പോയി പരിശോധിച്ച് നിജസ്ഥിതി സ്ഥിരീകരിച്ചിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന് കോടതിയിൽ അവർ തന്നെ സമ്മതിച്ചു എന്ന് ഈ CBI കുറിച്ച് കോടതി പറഞ്ഞില്ലേ? തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്നതുപോലെയുള്ള, അപ്പോൾ പിന്നെ ഈ കുറ്റാന്വേഷണം നല്ല നിലയ്ക്കറിയാവുന്ന CBI അവിടെ തോറ്റുപോയത് തോറ്റു കൊടുത്തതാണോ എന്ന വലിയ സംശയം നാട്ടിൽ നിൽക്കുന്നു. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ നിർദ്ദേശങ്ങൾക്കും ഭരണകൂട നിർദ്ദേശങ്ങൾക്കും വഴങ്ങുന്ന ഒരു അന്വേഷണ സംവിധാനമാണോ CBI എന്ന് ഏറ്റവും ഒടുവിലും ചോദിക്കാൻ ഈ ലക്നൌവിലെ ഉദാഹരണങ്ങൾ പോരെ? അതേ CBI ആണ് കൊച്ചിയിലേക്ക് വരുന്നത്. നിയമവിദഗ്ധർ പറയുന്നു, ഇവിടുത്തെ സർക്കാർ പറയുന്നു, നിയമപരമായി നിലനിൽക്കാത്ത തിടുക്കവും എടുത്തുചാട്ടവുമാണ് CBI നടത്തിയിട്ടുള്ളത്. 2020 തന്നെ കേന്ദ്ര വിജ്ഞാപനം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. FCRIയിലെ തന്നെ ചട്ടങ്ങൾ അവരുടെ തന്നെ കേസിന് വിഘാതമാകുന്നു. പ്രാഥമിക അന്വേഷണം അനിൽ അക്കരയുടെ പരാതിയിൽ പോലും നടത്താതെയാണ് തിടുക്കത്തിൽ FIR ഇട്ട് മുന്നോട്ട് പോയത്. പോരെ എതിർക്കാൻ ഇത്രയൊക്കെ? ലക്നൌയിലെ കേസ് നമ്മളുടെ ചർച്ചാ വിഷയം അല്ല, ഇന്ന് നമ്മളുടെ ചർച്ചാ വിഷയമല്ല. പക്ഷേ അന്ന് നരസിംഹറാവു ഗവൺമെൻറ് ഈ കുറ്റാരോപിതരുടെ പേരിൽ കള്ളക്കേസാണ് എടുത്തത് എന്നും അത് കഴിഞ്ഞ് RSSനും VHPനെയും ബാൻ ചെയ്ത ഇത്തരം കാര്യങ്ങൾ ചരിത്രത്തിൽ അവിടെ ഉണ്ട്. അന്ന് കള്ളക്കേസാണ് എന്ന് നേരത്തെ എത്രയോ പ്രാവശ്യം അത് ആരോപണം നടന്ന ഒരു കേസാണിത്. പിന്നെ ഈ CBIയുടെ രാമജന്മഭൂമി അല്ലെങ്കിൽ ബാബറി മസ്ജിദ് തർക്കം നമുക്ക് ഈ ഇന്നത്തെ ചർച്ചയിൽ വിഷയമല്ല. CBIയെ നിങ്ങൾ പറയുന്നു CBI ഇപ്പൊ വിശ്വസിക്കാൻ പറ്റുന്ന ഏജൻസി അല്ല എന്നാണ് അല്ലല്ല, രാഷ്ട്രീയമായി ദുരുപയോഗിക്കാൻ വലിയ സാധ്യത അവിടെയും ഇവിടെയും രണ്ട് തരത്തിൽ. അങ്ങനെയാണെങ്കിൽ ആ CBIയെ പിണറായി വിജയൻ ആ CBIയെ എത്ര കേസ് ഏൽപ്പിച്ചിട്ടുണ്ട്? ടൈറ്റാനിക് കേസ് നിങ്ങൾ തന്നെ പറയുന്നു CBIയെ ഏൽപ്പിച്ചത് പിണറായിയാണ്. 2005 വുഡ് ആൻഡ് ഡാഡ് എന്ന് പറയുന്ന ഒരു വിദേശ CBI അത് അന്വേഷിക്കുന്നില്ല എന്നാണ് സ്വരാജ് പറഞ്ഞത്. അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, അത് ചെയ്യാത്ത CBI കടകംപള്ളിയിലേക്ക് വരുമ്പോൾ സലിം രാജിന്റെ ഫോൺ രേഖകൾ, ഫോണുകൾ തന്നെ കാണാനില്ല, തൊണ്ടി മുതൽ കാണാനില്ല എന്ന് പറയുന്നതും, ഈ വടക്കാഞ്ചേരിയിലേക്ക് ഒരു കത്തിന്റെ കഷണം ചെല്ലുമ്പോൾ തന്നെ വേഗത്തിൽ ഇവിടേക്ക് വരുന്നതുമൊക്കെ ഒരുപാട് സംശയാസ്പദമാണെന്നാണ് ഈ ചർച്ചയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച വാദം. അതെ, സ്വാഭാവികമാണ്. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് അതാണല്ലോ അദ്ദേഹത്തിന്റെ ഭാഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാദം. 2005 വുഡ് ആൻഡ് ഡാഡ് എന്ന് പറയുന്ന ഒരു വിദേശ കമ്പനി സമറിറ്റൻ പ്രോജക്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോട്ടയം കമ്പനിക്ക് 2.30 കോടി രൂപ കൊടുത്തത് വഴിവിട്ട് ചെലവാക്കി എന്ന് പറഞ്ഞ ഒരു ആരോപണം ഉണ്ടായി. അത് VS സർക്കാരിന് കൊടുത്തു, മൈൻഡ് ചെയ്തില്ല. ഉമ്മൻചാണ്ടി വിജിലൻസ് അന്വേഷണം ഏർപ്പെടുത്തി. അത് അവസാനം പിണറായി വിജയനാണത് CBIക്ക് കൊടുത്തത്. അപ്പോൾ CBI വിശ്വാസയോഗ്യമല്ലാത്ത ഒരു ഏജൻസിയാണെങ്കിൽ എന്തിനാണ് പിണറായി വിജയൻ എത്രയോ കേസുകൾ ടൈറ്റാനിയം അടക്കം CBIക്ക് കൊടുത്തത്? അന്നൊന്നും ഈ CBIക്ക് വിശ്വാസ്യത ഉണ്ടായിരുന്നില്ലേ? അതേസമയം പെരിയയിലെ ഇരട്ട കൊലപാതകത്തിന്റെ കേസ് വന്നപ്പോൾ CBIക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ് CBIയെ അകറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഇരട്ടത്താപ്പ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മടിയിൽ കനത്തിന്റെ ഒരു വിഷയം എവിടെയും വരികയാണ്. ഇവിടെ CBI അന്വേഷിച്ച് കഴിഞ്ഞ് ആ കേസ് ഇപ്പൊ എവിടെ എത്തി? CBI ഒറ്റ മിനിറ്റ് പ്രൊഫസർ, നേരത്തെ ഹരീഷ് വാസവൻ പറഞ്ഞൊരു വാചകം പ്രസക്തമാണ്. അത് ടീച്ചറുടെ കാര്യത്തിൽ അത് ഉദാഹരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ റഫാലിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അംബാനിക്കെതിരായ കേന്ദ്ര സർക്കാർ സമീപനത്തിന്റെ പേരിൽ ഹർജിയിലേക്ക് പോയാൽ മടിയിൽ കനമില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞ് നിൽക്കില്ലല്ലോ, അതിനെ നിയമപരമായി തർക്കിക്കില്ലേ എന്ന് അദ്ദേഹം ചോദിച്ച പ്രസക്തമാണ്. നിയമപരമായി നിലനിൽക്കാത്ത ഒരു കാര്യം CBIയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ അതിനെ നിയമപരമായി തർക്കിക്കുക എന്നുള്ളത് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? നിയമപരമായി നിലനിൽക്കില്ല എന്ന് ആരാ പറഞ്ഞത്? അല്ല, അങ്ങനെ ഒരു ബോധ്യം ഒരു സർക്കാരിനുണ്ട് എങ്കിൽ ഇന്നത്തെ സായാഹ്ന സമ്മേളനത്തിൽ അത് പറഞ്ഞു, സായാഹ്ന വാർത്താ സമ്മേളനത്തിൽ. പക്ഷേ ഇത് ആരാ തീരുമാനിക്കേണ്ടത്? ഹൈക്കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന കേസാണ്. അപ്പോൾ ഈ പറഞ്ഞ കേന്ദ്ര വിജ്ഞാപനവും 2020 കേന്ദ്ര വിജ്ഞാപനം എല്ലാ ഗവൺമെന്റ് ഏജൻസികളെയും, ഞാൻ ആവർത്തിക്കുന്നില്ല, നേരത്തെ ആ വിജ്ഞാപനം പൂർണ്ണമായും CBIക്കെതിരാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പരിശോധിക്കാതെയാണോ CBI കേസ് എടുത്തത്? CBI ഈ കേസ് എടുക്കുമ്പോൾ അനിൽ അക്കരയുടെ കത്ത് മാത്രമാണോ ശരത്ത്? അതാണ്, അത് മാത്രമേ ഉള്ളൂ ഒന്ന് തോന്നുന്നു. CBI വന്നതിന്റെ ഇവിടെ എത്ര ഏജൻസി ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്? അതല്ല, കേസുകളും CBIയുമായി ബന്ധം ഉണ്ടാവില്ലേ? ഈ ഏജൻസികളുടെ കേസുകളുടെ അന്വേഷണത്തിൽ വരുന്ന ഇതിന്റെ ക്രമക്കേടുകളും ലംഘനങ്ങളും CBI അന്വേഷിക്കുമ്പോ ഇത് പാർക്കാ പ്രശ്നം വരുന്നത്? ഇതിപ്പോ എവിടെ എത്തി? സ്വപ്നയുടെ 1 കോടിയുടെ ശരത്ചന്ദ്ര പ്രസാദ് സൂചിപ്പിച്ചു, സ്വപ്നയുടെ 1 കോടി ഇപ്പൊ എവിടെ എത്തുന്നത്? ഇപ്പൊ കൊടുവള്ളിയിലെത്തി നിൽക്കുകയാണ്. കാരാട്ട് ഫൈസലിന്റെ ഈ കേസും അദ്ദേഹവും
കുന്നമംഗലം MLA-യുമായി ബന്ധപ്പെട്ട ആശുപത്രിയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലൈഫും സ്വർണ്ണും ഇതെല്ലാം ഒന്നിച്ച് ഇൻട്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. അത് ഗവൺമെന്റിലേക്കാണ് എത്തുന്നത്, ബിനീഷ് കൊടിയേരിയിലേക്ക് എത്തും, പാർട്ടി സെക്രട്ടറിയിലേക്ക് എത്തും. ഇങ്ങനെ ഗവൺമെന്റിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവസാനത്തെ കച്ചിത്തുരുമ്പും വെച്ച് നിങ്ങൾ ഗവൺമെന്റിന് എതിരായിട്ട് CBI-ക്ക് എതിരായിട്ട് സ്വരാജ്, പ്രൊഫസർ VT രമ പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ ഈ കച്ചിത്തുരുമ്പിൽ പിടിച്ചിരുന്നോളൂ, ഈ അന്വേഷണങ്ങളാകെ ഈ ഏജൻസികൾ, രാജ്യത്തെ എല്ലാ ഏജൻസികളും ഇന്ന് കേരളത്തിലാണല്ലോ, ഈ ഏജൻസികൾ എല്ലാവരും അന്വേഷിച്ച് മുന്നോട്ട് വരുമ്പോൾ VT രമ തന്നെ പറയുന്നു ഏതൊക്കെ പേരുകാർ എവിടെയൊക്കെ ഇതെത്തും എന്ന നല്ല ബോധ്യം, വരാനിരിക്കുന്ന കാര്യം നല്ല ബോധ്യത്തോടു കൂടി BJP നിൽക്കുകയാണ്. അവിടെ ഒരു തരത്തിലുള്ള ചട്ടലംഘനത്തിൻ്റെയും പ്രശ്നമില്ല. CBI അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ CBIക്ക് വൃത്തിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്ന നിലയിൽ പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? മറിച്ച് രാഷ്ട്രീയമായ ആരോപണങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും നമുക്കെല്ലാവർക്കും ഉയർത്താം, പരസ്പരം ഉയർത്താം. പക്ഷെ വസ്തുതാപരമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന നിയമങ്ങളും തെളിവുകളും അടിസ്ഥാനപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഉപരിപ്ലവമായി സംസാരിച്ചു പോകാൻ പറ്റില്ല. ഇവിടെ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ പ്രതികരിക്കാം. ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ തന്നെയാണ് വടക്കാഞ്ചേരി MLA-യുടെ പരാതിയെക്കുറിച്ച് പരാമർശിച്ചത്. അത് അദ്ദേഹം പരാമർശിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അക്കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അതിൽ അഴിമതിയെക്കുറിച്ചല്ല പരാതി FCRA നിയമത്തിൻ്റെ ലംഘനത്തെക്കുറിച്ചാണ്. ആ പരാതി സ്വീകരിച്ച CBI FIR ഇട്ടത് FCRA ആക്ട് സെക്ഷൻ 35 റീഡ് വിത്ത് 3 സെക്ഷൻ 3 ഇതാണ് FIR. അതല്ലാതെ അഴിമതി അല്ല അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. FCRA നിയമത്തെ സംബന്ധിച്ച് പരാതി കൊടുത്തത് വിവരമില്ലായ്മയാണ്, അത് CBI സ്വീകരിച്ചത് വിവരമില്ലായ്മയാണ്. പക്ഷേ ഇവരൊക്കെ വിവരമുള്ള ആളുകളാണ്, നമുക്കറിയാം. അതുകൊണ്ട് വിവരമില്ലായ്മയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പൊതുവെ തോന്നിയാലും പകരം എന്താണ്, സൂത്രബുദ്ധിയാണ്. നിലനിൽക്കില്ല എന്നറിഞ്ഞുകൊണ്ട് ഗവൺമെന്റിനെതിരെ പ്രചരണ പുകമറ സൃഷ്ടിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ സംശയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഖണ്ഡിക്കണം. ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ ഖണ്ഡിക്കൂ. 2020 ജനുവരി 30 ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അസാധാരണ ഗസറ്റ് ഞാൻ വായിച്ചല്ലോ, ഇനി വായിക്കുന്നില്ല. അത് നിങ്ങൾ ഖണ്ഡിക്കൂ. നിങ്ങൾക്ക് എന്താ മറുപടി പറയാനുള്ളത്? അപ്പൊ അദ്ദേഹം പറയുന്നു, അല്ല ഇത് അഴിമതി ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കണ്ടേ. നിങ്ങളത് ഉന്നയിച്ചില്ലെങ്കിലും നിങ്ങൾ കോടതിയിൽ പോയില്ലെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് അഴിമതി നിരോധന നിയമപ്രകാരം ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഞങ്ങളൊരു അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ വിജിലൻസിനെ ചുമതലപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ അഴിമതിയെക്കുറിച്ച് മിണ്ടാതെ FCRA എന്ന് പറഞ്ഞത് ഈ CBI-യെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതാണ് ഞാനിവിടെ തുറന്നു കാണിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ പറയൂ. ഇനി ബഹുമാന്യായ BJP നേതാവ് ഇവിടെ പറഞ്ഞു വിശ്വാസത്തെക്കുറിച്ച്. CBI-യെ നിങ്ങൾക്ക് വിശ്വാസമില്ല, പിന്നെ എന്തിനാ ആ കേസ് കൊടുത്തു, ഈ കേസ് കൊടുത്തു? വളരെ സ്പഷ്ടമാണ്, അത് ഇരട്ടത്താപ്പല്ല. എന്താ പ്രശ്നം? ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ച വളരെ ഉന്നതന്മാരായ ന്യായാധിപന്മാർ മധു അഗർവാളും അതുപോലെ തന്നെ ലോധയും അൽത്തമാസ് കബീറും ഇവരൊക്കെ ഉൾപ്പെടെയുള്ള ഏജൻസികളെ, പ്രത്യേകിച്ച് CBI-യെ അടച്ചാക്ഷേപിച്ചത് എന്തിനാണെന്നറിയോ? അവർക്ക് കഴിവില്ലെന്ന് പറഞ്ഞിട്ടല്ല, അത് വേറൊരു പ്രശ്നമാണ്. പക്ഷേ ആക്ഷേപിച്ചത് കഴിവില്ലെന്ന് പറഞ്ഞിട്ടല്ല, രാഷ്ട്രീയ താല്പര്യത്തിന് അനുസരിച്ച് ചുവടുവെക്കുന്നു. ഡൽഹിയിലെ മധു അഗർവാളിന്റെ വാചകം ഇങ്ങനെയാണ്, ഡൽഹിയിലെ രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിനൊത്തു തുള്ളുന്നവരാണ് നിങ്ങൾ. അതാണ് RM ലോധയുടെ വാചകം എന്തായിരുന്നു എന്നറിയോ? കൂട്ടിലടച്ച തത്ത യജമാനന്റെ വാക്കുകൾ ഏറ്റുപറയുന്നു. ഇതാണ്. എന്താ വിമർശനം? രാഷ്ട്രീയ താല്പര്യമുള്ള കേസുകളിൽ കേന്ദ്ര ഭരണകക്ഷിയുടെ വിനീത വിധേയന്മാരായ ഭൃത്യന്മാരായി പണിയെടുക്കുന്നു. രാഷ്ട്രീയ താല്പര്യമില്ലാത്ത കേസിൽ ആ പ്രശ്നമില്ല. ഏത് രാഷ്ട്രീയ താല്പര്യം? കേന്ദ്ര BJP-യുടെ രാഷ്ട്രീയ താല്പര്യം. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ താല്പര്യം, അതേ പ്രശ്നമുള്ളൂ. ഞങ്ങൾ പെരിയ കേസിൽ ഞങ്ങൾ എതിർക്കും. കാരണം എന്താണ്? ആ കേസിന്റെ പേരിൽ ആ ജില്ലയിലെ മുഴുവൻ CPM നേതാക്കന്മാരെ വേട്ടയാടാനുള്ള BJP-യുടെ ആവശ്യമാണ്, ആഗ്രഹമാണ് അതിലൂടെ നടപ്പാവുക. അപ്പം ഞങ്ങൾ എതിർക്കും. അതേസമയം വാളയാർ കേസ് വരുമ്പോൾ അവരുടെ രക്ഷിതാക്കൾക്ക് ഇതാണ് ആവശ്യമെങ്കിൽ ഞങ്ങൾ അതിനോട് യോജിക്കും. അതിൽ പ്രത്യേകിച്ച് BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന് രാഷ്ട്രീയ താല്പര്യമില്ലാത്ത കേസാണ്. ഇതാണ് ആ CBI-യെ കുറിച്ചുള്ള ഞങ്ങളുടെ എതിർപ്പിന്റെ അടിസ്ഥാനം. അത് ഞങ്ങളുടെ മാത്രം എതിർപ്പല്ല, അത് ഈ മഹാന്മാരായ ന്യായാധിപന്മാരും ഇന്ത്യയിലെ വലിയ ബുദ്ധിജീവികളും പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ള എതിർപ്പാണ്. അത് CBI-യുടെ തന്നെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാരുടെ പലരുടെയും ആത്മകഥയിൽ ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബഹുമാന്യയായ BJP നേതാവിനെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നിങ്ങളും ഇത് പറഞ്ഞിട്ടുണ്ട്.
കോൺഗ്രസ് ഇങ്ങനെ നിങ്ങളെ വേട്ടയാടാൻ ഇതിനെ ഉപയോഗിക്കുന്നു. അതാണ് പ്രശ്നം. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം. പിന്നെ ബാബറി കേസിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിവിടെ പറഞ്ഞു. ബാബറി കേസ് ഇവിടെ വിഷയമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വേണമെങ്കിൽ ഞാനും അതിലേക്ക് പോകുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ കേരളത്തിൽ നിന്നുൾപ്പെടെ പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നതിനാണ് എന്ന് പറഞ്ഞ് ഇഷ്ടിക പൂജിച്ച് അത് ആഘോഷമായി കൊണ്ടുപോയിട്ട് അവിടെ ഇവരെയെല്ലാം ഒത്തുകൂട്ടി പള്ളി പൊളിച്ച ശേഷം അത് തടയാനായിരുന്നു ഇവരൊക്കെ ശ്രമിച്ചതെന്ന് കോടതി പറഞ്ഞാൽ ആ കോടതിയെ ജനങ്ങൾ എത്ര ആദരവോടെ ആയിരിക്കും കാണുക എന്ന് നമ്മൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ അവസാനം ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും കുടുങ്ങും എന്ന്. അത് നിങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ? നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ജയ്ഷായുടെ മകൻ അമിത്ഷായുടെ മകൻ ഇതിൽ കുടുങ്ങും എന്ന് പറയാൻ കഴിയില്ല എനിക്ക്. കാരണം എന്താണ്? നിങ്ങളുടെ കയ്യിലാണ് CBI എന്നുള്ളതുകൊണ്ട് ആ അയലത്തേക്ക് പോകില്ലല്ലോ അന്വേഷണം. പക്ഷെ ജനങ്ങളുടെ മുൻപിൽ എവിടെയാണ് നിൽക്കുന്നത്? റാഫേൽ അഴിമതി, നിങ്ങൾ എന്താ റാഫേൽ അഴിമതി ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് ഒന്ന് അന്വേഷിക്കുക എന്ന് തീരുമാനിക്കാത്തത് എന്താണ്? വലിയ ആരോപണം വന്നതല്ലേ? തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ? മറ്റൊരു രാജ്യം വാങ്ങിയ വിമാനത്തിൻ്റെയും നമ്മൾ വാങ്ങിയ വിമാനത്തിൻ്റെയും സംഖ്യ തമ്മിൽ, വില തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഒരു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം എന്ന് കിട്ടി എന്ന് കരുതി നിങ്ങൾ ജനാധിപത്യത്തിന് വിരുദ്ധമായ നിലപാടും നയവുമാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ ഇന്ത്യയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ലൈനിലുണ്ട് എന്ന് വിചാരിക്കുന്നു. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഇതിലൊരു ഇപ്പോൾ ചർച്ചയിൽ ശരചന്ദ്ര പ്രസാദൊക്കെ പറയുമ്പോൾ ഇതിൽ FCRAയുടെ ലംഘനവുമുണ്ട്, അതുപോലെ തന്നെ അഴിമതിയുമുണ്ട്. പക്ഷേ അനിലക്കരെ കൊടുത്ത പരാതി അത് FCRA ലംഘനം ചൂണ്ടിക്കാട്ടി. കാരണം അഴിമതി പറഞ്ഞാൽ നേരിട്ട് CBIക്ക് സംസ്ഥാന അനുമതിയില്ലാതെ, കോടതി അനുമതിയില്ലാതെ വരാനാവില്ല എന്നതുകൊണ്ടാണോ അത്തരമൊരു പെറ്റീഷൻ ഡ്രാഫ്റ്റിംഗ് നിങ്ങൾ അഭിഭാഷകരുടെ ഭാഷയിൽ പറഞ്ഞാൽ സംഭവിച്ചിട്ടുള്ളത്? അപ്പോൾ ഈ പരാതി രൂപപ്പെടുത്തിയതിൽ, അതിലേക്കുള്ള CBIയുടെ വരവിൽ ഒക്കെ വളരെ ഗൗരവമുള്ള ചില കൂടിയാലോചനകൾ സംശയിക്കുന്നയാളാണോ താങ്കൾ? അത് വേഗം ഒരു വലിയ വിവാദമായി കത്തിപ്പിടിക്കുന്നു, വലിയ ചർച്ചയിലേക്ക് പോകുന്നു. താങ്കൾ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വാർത്താ അവതാരകർ പോലും ഈ മടിയിൽ കനമുള്ളത് കൊണ്ടാണോ CPM ഇതിനെ എതിർക്കുന്നത് എന്ന നിലയിൽ മാത്രം ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നു എന്നൊരു വിമർശനം താങ്കൾ ഉന്നയിച്ചല്ലോ. അപ്പോൾ ഈ ഡ്രാഫ്റ്റിങ്ങിൽ പല ആലോചനകൾ വളരെ കണ്ണിങ്ങായി എങ്ങനെ CBIക്ക് ലാൻഡ് ചെയ്യാം എന്നൊരു ആലോചന എവിടേക്കോ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നയാളാണോ ഹരീഷ് വാസുദേവൻ? ശരത്ത്, ഇതിനകത്ത് ഈ എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്, ഇതാണ് ആ രേഖ എന്ന് പറയുന്ന ശങ്കരാടിയുടെ നിലവാരത്തിൽ നമുക്ക് ചർച്ച നടത്താൻ പറ്റില്ല. നമ്മുടെ മുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ മുന്നിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്കൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മുമ്പിൽ അഴിമതിയുണ്ട് എന്ന പേരിൽ ഒരു പരാതി പോലും, ഒരു കഷണം കടലാസിലെ ഏജൻസികൾക്ക് മുമ്പിൽ ഒരു പരാതി പോലും നിലവിലില്ല. അനിലക്കരയുടെ പരാതിയിൽ ഒരു വരിയിൽ പോലും അങ്ങനെയില്ലെന്നാണോ പറയുന്നത്? അനിലക്കരയ്ക്ക് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ CBIക്ക് കേസെടുക്കാൻ പറ്റുമോ എന്ന് അനിലക്കര പറയണം, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് പറയണം, BJP പറയണം. അവർ ഇന്നേ വരെ ലീഗലായ ഒരു ഫോറത്തിലും CBIക്ക് കേരള സർക്കാരിന്റെയോ ഹൈക്കോടതിയുടെയോ അനുമതി ഇല്ലാതെ ഒരു അഴിമതി നിരോധന നിയമപ്രകാരം ഒരു കേസെടുക്കാം എന്ന ഒരു പോയിന്റ് ഒരു ചർച്ചയിലും, ഞാൻ കണ്ട ചർച്ചകളിലോ ഞാൻ കണ്ട ലീഗൽ ഫോറത്തിന്റെ മുമ്പിലുള്ള പേപ്പറുകളിലോ അവർ ഉന്നയിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ മതി, നാളെ പരാതി കൊടുത്താൽ മതി. പക്ഷെ ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ രാത്രിയിൽ വരെ അഴിമതി നിരോധന നിയമപ്രകാരം CBI കേരളത്തിൽ വന്ന് നേരിട്ട് കേസെടുക്കണം എന്നൊരു നയമോ നിലപാടോ കേരളത്തിലെ ഒരു ആൾക്കും ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അത് ഈ രാജ്യത്തെ നിയമം അനുവദിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അഴിമതി എന്നത് കൂട്ടി ഇതുമായി ചേർത്ത് വെച്ച് വായിച്ച് പോകുന്നത് ശരിയല്ല. ഇത് രണ്ടും രണ്ടായി കാണണം എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ അതാണ് ചോദിച്ചത് ഹരീഷ്, ആ പെറ്റീഷൻ ഡ്രാഫ്റ്റിംഗിൽ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു മൂവ് നടന്നിട്ടുണ്ടോ? കാരണം അഴിമതിയെക്കുറിച്ച് പറയാതിരിക്കുക, CBIക്ക് വരാനുള്ള FCRA മുന്നിൽ വെക്കുക, പക്ഷേ ചർച്ചകളിലും രാഷ്ട്രീയമായും, ഞാനതാണ് മുമ്പ് പറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾ, രാഷ്ട്രീയ ചർച്ചകളിൽ അഴിമതിയെ മുൻപിൽ പ്ലേസ് ചെയ്യുക, പെറ്റീഷനിലേക്ക് വരുമ്പോൾ FCRA മുൻപിൽ വെക്കുക. ശരത്തെ, ഇതിനകത്ത് അഴിമതി എന്ന ഒരു ക്ലോസ് ഉന്നയിക്കാനുള്ള സാധ്യത നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ, അങ്ങനെ ഒരു സാധ്യത ആലോചിച്ചാൽ, ഇതിനകത്ത് ഒരു കഷ്ണം കടലാസോ നമ്മളുടെ മുമ്പിലുള്ള ഇതുവരെ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും അഴിമതി നിരോധന നിയമപ്രകാരം ഒരു കേസിലേക്ക് പോകാൻ അവർക്ക് തന്നെ കഴിയുന്നില്ല. ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് സ്വാഭാവികമായിട്ടും വരുമല്ലോ. CBIയെ കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പമുള്ള വഴി 1 കോടിയിലധികം രൂപയുടെ FCRA വയലേഷൻ നടന്നിട്ടുണ്ട് എന്ന് പറയലാണ്. സ്വാഭാവികമായിട്ടും CBIക്ക് വരാനുള്ള ഒരു വഴിയാണ്. ആ വഴി തുറന്നു കൊടുക്കുകയാണ് ശ്രീ അനിലക്കരയുടെ പരാതിയിലൂടെ സംഭവിച്ചിട്ടുള്ളത്. 1872 ഓർഗനൈസേഷൻസിനാണ് കേരളത്തിൽ FCRA ക്ലിയറൻസ് ഉള്ളത്. ഇത് ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഗൂഗിളിൽ FCRA ക്ലിയറൻസ് കേരള എന്നടിച്ചാൽ ഈ 1872 സംഘങ്ങളുടെ പേര് കിട്ടും. ഈ ഏതെങ്കിലും സംഘങ്ങൾ വഴി റെഡ് ക്രസന്റ് എന്ന സംഘടനയ്ക്ക് കേരളത്തിൽ 20-30 കോടി രൂപ, ഇനി 100 കോടി രൂപ വേണമെങ്കിൽ അങ്ങനെ നിയമം അനുശാസിക്കുന്ന എത്ര ഫണ്ടും കൊണ്ടുവന്ന് എത്ര കെട്ടിടവും കെട്ടിക്കൊടുക്കാം. പറ്റില്ല എന്നൊരു ആരോപണം നിയമപരമായി ഇവർക്കുണ്ടോ എന്ന് എനിക്കറിയണം.
അങ്ങനെ ഏതെങ്കിലും സംഘടനകൾ വഴി ആർക്കെങ്കിലും കരാർ ഏൽപ്പിച്ചാൽ അവർക്ക് ഈ കെട്ടിടവും പണിതു കൊടുക്കാം. അങ്ങനെ കെട്ടിടം പണിയുന്നത് ലൈഫ് വഴി വന്നു, അതുകൊണ്ട് ഇതിൽ അഴിമതിയുണ്ട്, ഇതാണ് വാദം. അല്ലെങ്കിൽ ഇതിനകത്ത് FCRA വയലേഷൻ ഉണ്ട്, ഇതാണ് വാദം. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ FCRA ലംഘനത്തിന്റെ വയലേഷൻ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ കോൺട്രാക്ടർക്ക് പ്രാഥമികമായി നമ്മൾ ചർച്ച നടത്തുമ്പോൾ അങ്ങനെയാണല്ലോ, പ്രാഥമികമായി അങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് വെച്ചോളൂ. റെഡ് ക്രസന്റ് എന്ന സംഘടന കോൺസുലേറ്റ് വഴി ഒരു സ്വകാര്യ ആളിനെ ഇതിന്റെ കരാർ ഏൽപ്പിക്കുന്നു. ഞാൻ നേരത്തെ 2 ഗൂഡ്സിന്റെ ഉദാഹരണം പറഞ്ഞു. അതായത് ഓഫീസിലേക്കുള്ള കെട്ടിടമോ അല്ലെങ്കിൽ ഓഫീസിലേക്കുള്ള സാധനങ്ങളോ വാങ്ങിച്ചു കൊടുക്കുന്ന പണം ഇതിൽ വരില്ല എന്നത് ലളിതമായ യുക്തിയാണ്, അത് ഗുഡ്സ് ആണ്. സർവീസസ് എന്ന് പറയുന്നത് IT കമ്പനികളും ഞങ്ങൾ അഭിഭാഷകരും ഒക്കെ കൊടുക്കുന്ന സർവീസാണ്. അത്തരം സർവീസുകളെയും ഇതിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സർവീസാണ്, ഒരു കെട്ടിടം പണിത് കൊടുക്കുക. അങ്ങനെ കെട്ടിടം പണിത് കൊടുക്കുന്ന പൈസ കിട്ടിയത് സന്തോഷിന്റെ കമ്പനിക്ക്, ഈ കമ്പനി യൂണിടാക് എന്ന് പറയുന്ന കമ്പനിക്ക്. ഈ യൂണിടാക് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയി പണം കൈപ്പറ്റിയ ആളുകൾ ഇതിന്റെ പരിധിയിൽ വരും. അങ്ങനെയാണ് കോൺഗ്രസ്സുകാരുടെ ആരോപണം. അതായത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പണം കൈപ്പറ്റുന്ന ആളുകൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് വരും. ഞാൻ ചോദിക്കട്ടെ, ഈ കെട്ടിടം പണിയാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉടമസ്ഥ അയാൾ നേരിട്ട് പോയി കെട്ടിടം പണിയല്ലോ, ക്വാറികളിൽ നിന്ന് കല്ലെടുത്ത് മണൽ വാങ്ങിച്ച് സിമന്റ് കൂട്ടി അത് തൊഴിലാളികൾക്ക് കൂലി കൊടുത്തിട്ടാണ് സ്വാഭാവികമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ തൊഴിലാളികളെ മുഴുവൻ നമ്മൾ FCRA വയലേഷൻ കൊണ്ടുവരുമോ? ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയെന്ന് പറയുമോ? ഇത്തരത്തിൽ അസംബന്ധ ജടിലമായിട്ടുള്ള, ഒറ്റ നോട്ടത്തിൽ പോലും നിയമത്തിൽ നിലനിൽക്കാത്ത ഒരു അസംബന്ധമാണ് ഈ കോൺട്രാക്ടറിൽ നിന്ന് പിന്നീട് പണം ലഭിച്ച ആളുകളെ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരാമെന്ന വാദം. ഞാൻ ആ വാദം ഈ ചർച്ചയിൽ ഉന്നയിക്കാത്തത് അതൊരു ലീഗൽ ഇഷ്യൂ ആണ്, അത് കോടതി പരിഗണിക്കേണ്ടതാണ്. നേരത്തെ എനിക്ക് വ്യക്തിപരമായി ഇത്തരം കേസുകൾ CBI നിൽക്കുമെന്ന അഭിപ്രായം ഉണ്ടായിരുന്ന ആളാണ്. കാരണം നമ്മൾ അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലേ എന്ന സംശയത്തിന്മേലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കേസ് വന്നു, വിധിന്യായം വന്നു. നമ്മൾ അഭിഭാഷകർ എന്നുള്ള നിലയിൽ കോടതികൾ അന്നെന്ന് പറയുന്ന വിധിന്യായങ്ങൾ ഈ രാജ്യത്ത് നിയമമായി അനുസരിക്കേണ്ടവരാണ്. അത് അഭിഭാഷകർ മാത്രമല്ല, പൊതുസമൂഹവും അങ്ങനെയാണ്. നമ്മുടെ മുമ്പിലുള്ള പ്രീസിഡന്റ് ആണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കേസ്. എനിക്കതിനോട് വ്യക്തിപരമായി വിയോജിപ്പുണ്ടാകാം, പക്ഷെ അതുകൊണ്ട് ആ വിധി, ആ നിയമം അല്ലാതാവുന്നില്ല. ഇവിടെ CBIക്ക് കടന്നു വരണമെങ്കിൽ അഴിമതിയാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ അഴിമതി പറയണം. അഴിമതിയാണ് പ്രശ്നമെങ്കിൽ അതൊരു കഷ്ണം കടലാസിൽ എഴുതി ആർക്കെങ്കിലും മുമ്പിൽ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഇരട്ടത്താപ്പാണ്. നമ്മൾ ലീഗലി ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എങ്കിൽ, ഞാൻ അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്, ഈ ആളുകളെല്ലാം അഭിപ്രായം പറയേണ്ടത് നാളെ ഒരു ഗവൺമെന്റ് ഏജൻസി ഈ എക്സംഷൻ 2020 ജനുവരി മാസം 30 കിട്ടിയ എക്സംഷൻ വഴി ഒരു അപേക്ഷ കൊടുത്താൽ, വിദേശത്തു നിന്ന് ഒരു ഫണ്ട് സ്വീകരിച്ചാൽ കേന്ദ്ര സർക്കാർ ആ എക്സംഷൻ ഒറ്റ കാര്യം മാത്രം ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ നേരത്തെ സ്വരാജ് അത് പറഞ്ഞതാണ്, ആവർത്തിച്ചതുമാണ്. ഈ 2010 ജനുവരി മാസം 30 ക്ഷമിക്കട്ടെ 2020 ജനുവരി മാസം, നേരത്തെ ശ്രീ ശരത്ചന്ദ്ര പ്രസാദാണ് ഈ 2010 എന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവന്നത്. 2020 ജനുവരി മാസം 30 വന്നിട്ടുള്ള ഈ അഫിഡവിറ്റ്, കേന്ദ്ര വിജ്ഞാപനം, അതിൻ്റെ ആനുകൂല്യം കൃത്യമായും ഈ ലൈഫ് മിഷന് വരികയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരോപിക്കുന്ന FCRA ലംഘനം എന്ന തരത്തിൽ CBIയുടെ മൂവ് നിലനിൽക്കാത്തതാവുകയും ചെയ്യും എന്നാണോ? ലളിതമായി നമ്മൾ ആലോചിക്കുക, 2018 ഒരിക്കലും 2020 ഇങ്ങനൊരു നിയമം വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമുക്ക് 100 കോടിയുടെ വിദേശ സഹായം സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. 2020 വന്നു കഴിഞ്ഞ് മാത്രമേ നമുക്കത് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് രാവിലെ ഒരു അപേക്ഷ കൊടുത്താൽ, അല്ലെങ്കിൽ 2020 ജനുവരി മാസം 30 കഴിഞ്ഞ് 31 ഒരു അപേക്ഷ കൊടുത്താൽ, കേരളത്തിലെ CAGയോ അതിന്റെ ഏജൻസികളോ ഓഡിറ്റ് ചെയ്യുന്ന ഏത് സ്ഥാപനത്തിനും വിദേശ സഹായം സ്വീകരിക്കാമെങ്കിൽ, അതായത് ആ പ്രളയകാലത്ത് ഉണ്ടായിരുന്നതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ വിജ്ഞാപനത്തോടുകൂടി ഇപ്പോഴുള്ളത് അല്ലേ? ശരത്തെ, ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ്, ഹോം ഡിപ്പാർട്ട്മെന്റ് പോളിസി വൈസ് തീരുമാനിക്കുകയാണ്. ഈ രാജ്യത്തെ സർക്കാരോ സർക്കാർ പിന്തുണയ്ക്കുന്ന സന്നദ്ധ സംഘടനകളോ FCRA ഗൈഡ് ലൈൻസിന്റെ കീഴിൽ വരില്ല എന്ന് നമ്മളല്ല പറയുന്നത്. അല്ല, ഞാനത് അത് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് വീണ്ടും ചോദിച്ചത്. അത് താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതെ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ പറയാം. ഞാൻ അതിന്റെ രാഷ്ട്രീയം കൂടി പറയാം. നമ്മളെല്ലാവരും രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ വസ്തുതകളിൽ രാഷ്ട്രീയം പറയേണ്ടവരാണ്. നിങ്ങൾ FCRAയുടെ വെബ്സൈറ്റ് നോക്കിയാൽ കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് FCRAയുടെ സ്വഭാവം മാറുന്നതായി കാണാം. പുതിയതായി വരുന്ന സംഘടനകളുടെ പേരുകൾ പരിശോധിച്ചാൽ സംഘപരിവാറുമായി നേരിട്ട് ബന്ധമുള്ള സംഘടനകൾക്ക് FCRA കിട്ടുന്നതായിട്ട് കാണാം. അങ്ങനെ വരുമ്പോൾ പല സംസ്ഥാനങ്ങളിലും ഭരിക്കുന്ന സർക്കാരുകൾക്കും ഇത് പ്രധാനമായിട്ട് വരുന്നത് എവിടെയാണെന്നറിയോ? PMA, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ചു, ഒരു ട്രസ്റ്റ് രൂപീകരിച്ചല്ലോ വളരെ പെട്ടെന്ന്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം അതിലേക്ക് ഒഴുകി വന്നല്ലോ. അത്തരം ട്രസ്റ്റുകൾക്ക് ഇനി വിദേശ പണം സ്വീകരിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള എളുപ്പ വഴിയാണ് അത്. കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീര നനയും എന്ന് പറയുന്ന പോലെ പല സംസ്ഥാനങ്ങളിലെയും പല സർക്കാരുകളുടെയും ഏജൻസികൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും. ക്രിമിനൽ ഇന്റൻഷൻ ഉണ്ടോ?
ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ സർക്കാരിനെ അട്ടിമറിക്കാം, സെക്ഷൻ 3 വയലേറ്റ് ചെയ്യാം, അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾക്ക് വിദേശത്തുനിന്ന് പണം കൊണ്ടുവന്ന് 20 കോടി രൂപ കൊണ്ടുവന്ന് ഈ രാജ്യത്തിന്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിനെ തീർച്ചയായും അത് ഇതിൽ വരുന്നുമില്ല. കാരണം ഇത് ഭവനരഹിതർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു സർവീസ് നേച്ചറിൽ വരുന്ന പ്രവർത്തനമാണ് എന്നുള്ളത് കൊണ്ട് അതും ബാധകമാകാതെ വരും. ലളിതമായ ഒരു വരി കൂടി പറയട്ടെ, നമ്മൾ ഒരുപാട് ചർച്ച, ഞാൻ 10 വർഷമായി കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി ആയിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പറയുമായിരുന്ന മറുപടി, കേരളത്തിലെ 140 പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ വിദേശ സഹായം വാങ്ങിച്ച് വീട് വെച്ചു കൊടുത്തു, അതിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ ജയിലിലേക്ക് വിട്ടോട്ടെ, ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ചർച്ച അവസാനിക്കും. അത് മാത്രമല്ല, എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ അത് ശരിയുമാണെന്നും അദ്ദേഹം പറയും. അത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അത് അവിടെ നിൽക്കട്ടെ. വ്യക്തിയെ പറയല്ല, അല്ല ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ശരത്ചന്ദ്ര പ്രസാദിന് മനസ്സിലായി. അതായത് ഒറ്റ കാര്യം, അതായത് ഈ കരാറുകാരനെ പ്രതിയാക്കിയാണല്ലോ കേസ് ഇപ്പോൾ എടുത്തത്. ആ കരാറുകാരനെതിരായ കേസ് പോലും നിലനിൽക്കാൻ ഇടയില്ല എന്നാണ് ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അല്ല, എങ്ങനെ പറ്റും? കാരണം കരാറുകാരന് ഇത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ വയലേഷൻ ആണെന്ന് അറിയാമോ? ടെൻഡറിൽ പങ്കെടുത്ത ഒരാൾക്ക് ടെൻഡർ കിട്ടുന്നു, അത് അയാൾ സ്വീകരിക്കുന്നു. ഞാൻ ചോദിച്ച നേരത്തെ ഉദാഹരണം ചോദിച്ചതുകൊണ്ടാണ്. ഒരു പച്ചക്കറിക്കാരന് അല്ലെങ്കിൽ ഒരു കോൺസുലേറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ, സിമെന്റ് വാങ്ങിക്കാനുള്ള ഒരു കോൺട്രാക്ട് വരുന്നു, ഒരു ടെൻഡർ വരുന്നു. ടെൻഡറിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ടിൽ ബന്ധമുണ്ടാവണമെന്ന് ടെൻഡർ കണ്ടീഷൻ ഇല്ലെങ്കിൽ എന്റെ കമ്പനിക്ക് സിമെന്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആ സിമെന്റ് കൊടുക്കും. അതിനെങ്ങനെയാണ് എന്നെ പിടിക്കുന്നത്? അതുകൊണ്ടാണ് ശരത്തെ നമ്മൾ ഈ സിവിൽ ലയബിലിറ്റിയും ക്രിമിനൽ ലയബിലിറ്റിയും ചർച്ച ചെയ്യുമ്പോൾ ക്രിമിനൽ ലയബിലിറ്റിയിലെ എസെൻഷ്യൽ എലമെന്റ് എന്ന് പറയുന്നത് മെൻസറിയാണ്. നിങ്ങൾക്ക് മനസ്സ് ഉണ്ടായിരിക്കണം, നിങ്ങൾ ഈ ക്രൈം ചെയ്യുന്ന മനസ്സറിവ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആ അറിവില്ലാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങൾക്ക് ക്രിമിനൽ നെഗ്ലിജൻസിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഇതാണ് പ്രാഥമിക. അത് ഇല്ലാത്ത ഉള്ളി തൊലിച്ച പോലെ തൊലിച്ചു വരുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് ഈ കേസിൽ. നമ്മൾ മെറിറ്റ് ഉണ്ടെങ്കിൽ ഈ സർക്കാരിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സംഗതിയും വിടരുതെന്നുള്ള. നന്ദി ശ്രീ ഹരീഷ് വാസുദേവൻ. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഞാൻ അതുകൊണ്ടാണ് കുറച്ചുകൂടി താങ്കൾ മുമ്പ് വെച്ച തർക്കങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. ഇപ്പോൾ ലക്നൌവിൽ തൊട്ടു മുമ്പ് ഇന്നലെ തോറ്റുപോയ CBI നമ്മൾ കണ്ടു. അതേ മട്ടിലുള്ള CBIക്ക് കൊച്ചിയിലും അടിതെറ്റാനുള്ള നല്ല സാധ്യതകളുണ്ട്. നിയമപരമായ പ്രതിബന്ധങ്ങളെല്ലാം ഒരുപാട് ഈ കേസിൽ തിടുക്കത്തിൽ വന്നു ചാടിയ CBIക്കുണ്ട് എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ശരത്തെ, ഞാൻ ഈ ചാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് ഞാൻ CBIക്ക് വേണ്ടി വാദിക്കാനിരിക്കുന്ന ആളല്ല. ഞാൻ CBIക്ക് വേണ്ടി വാദിക്കുകയല്ല. ഞാൻ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ്. ഇപ്പോൾ ഹരീഷ് വാസുദേവും ശരത്തുമായി ഇപ്പോൾ ഒരു നന്നായ ഒരു ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞപ്പോൾ വന്നൊരു പ്രധാന വിഷയം, ഈ 2018 ഉണ്ടാക്കിയ കരാർ ഈ 2020 പുതിയ ഭേദഗതി അനുസരിച്ച് ബാധകമാകുമോ എന്ന്. അതിന് ഹരീഷ് വാസുദേവ് ഉൾട്ട കളിച്ച് ഉരുണ്ട് കളിച്ചാണ് പോയത്. അല്ലല്ല, ഏത് നിയമം വന്നാലും സ്വരാജ് പറഞ്ഞ വേറെ ഭാഷയിലാണ്. ഇപ്പം ഹരീഷ് വാസുദേവ് പറഞ്ഞതിന്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഹരീഷ് വാസുദേവ് ഇതിന് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ആക്ട് ഉണ്ട് സ്വരാജ്. ഏത് നിയമം ബാധകമായി വന്നാലും ആ നിയമം യാഥാർത്ഥ്യമാകാൻ പറയുമ്പോൾ ഒരു ലിമിറ്റേഷൻ പറയും. അത് ഏത് കാലാവധി മുതൽ പ്രാബല്യത്തിൽ ഉണ്ടാകുന്നതാണെന്ന് പറയും. അതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഇത് പരിശോധിക്കപ്പെടാൻ പോവുകയാണ്. പിന്നെ മറ്റൊന്ന്, ഇപ്പൊ ഇവിടെ വാദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ വക്കീൽ വാദിച്ചപ്പോഴും ചാനലിൽ വാദിച്ചപ്പോഴും ഈ കോൺട്രാക്ടറുടെ ഭാഗം വാദിക്കും പോലെയാണ്. ഗവൺമെന്റ് കോടതിയിൽ കൊടുത്ത CBIക്കെതിരെ കൊടുത്ത അപ്പീൽ നോക്കുമ്പോഴും ഇത് കോൺട്രാക്ടർക്ക് വേണ്ടി വാദിക്കും പോലെയാണ്. ഇതൊരു മലീഷ്യസ് ഇന്റൻഷൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇന്ന് മുഖ്യമന്ത്രി വൈകിട്ട് ചാനലിൽ വർത്താനം പറയുമ്പോഴും എനിക്കൊരു മലീഷ്യസ് ഇന്റൻഷൻ ഇതിനകത്ത് സർക്കാരിനുണ്ടെന്ന് തോന്നി. എന്തിനാ ഈ സ്വകാര്യ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വാദമായി കോടതിയിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു എന്നുള്ളിടത്താണ്. മറ്റൊന്ന് ശരത്തെ, നമ്മളെ ഈ കേസ് ഇത് എപ്പോഴാണ് ഈ ലൈഫ് മിഷന്റെ വിഷയം ഉയർന്നു വരുന്നത്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അന്വേഷിക്കുന്ന സമയത്തല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികളിലേക്കല്ലേ വരുന്നത്? ഒരു കോടി രൂപ അഴിമതി നടന്നു എന്ന് പറഞ്ഞത് അപ്പോഴല്ലേ നമ്മുടെ സംസ്ഥാന മന്ത്രിമാരത് 9.5 കോടി രൂപ നടന്നു എന്ന് പറയുന്നത്. അപ്പോ ഈ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വിജിലൻസ് അന്വേഷണമാണെങ്കിലും അവരുടെ മുമ്പിൽ മന്ത്രിമാരടക്കമുള്ളവർ മൊഴി കൊടുക്കേണ്ടി വരും. അവർക്ക് എങ്ങനെ 9.5 കോടി രൂപയുടെ കണക്ക് കിട്ടി അവർ പറയേണ്ടി വരും. അപ്പൊ അഴിമതിയെ കുറിച്ചും ഇതിനകത്ത് അപ്പോ കോടതിയിൽ ഇവർ ഫയൽ ചെയ്തിരിക്കുന്നതിനകത്ത് ഉള്ള കാര്യങ്ങളിൽ പലതുണ്ട്. അതിനകത്ത് ഇതിന്റെ ക്രമക്കേടുകളുണ്ട്, അഴിമതി, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും.
ഏതായാലും അടുത്ത ആഴ്ച ഇത് കോടതി എടുക്കുമ്പോ അടുത്തയാളെ വാദത്തിന് വരുമ്പോ അതെ ഈ അഴിമതി അടക്കമുള്ളത് വരും ഇതിനകത്ത് ചർച്ചയ്ക്ക്. ശരി ശരി ഇതല്ലാതെ ഇതൊരു കോൺട്രാക്ടറുടെ പേരിലുള്ള ഒരു കേസല്ല ഇത്. മനസ്സിലായി. ഇത് കോൺട്രാക്ടർക്കെതിരെയുള്ള കേസല്ല. അതായത് ഗവൺമെന്റുമായി ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞു വെക്കുന്നത് ഇതാണ്. ഈ ചർച്ചയിൽ വെച്ചോ, ഇതിന്റെ അകത്ത് ഗവൺമെന്റിന്റെ ഒരു മലീഷ്യസ് ഇന്റൻഷൻ നാളെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള സംശയം വേണ്ട. റൈറ്റ്. അതായത് CBI ആ നിലയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും. സർക്കാരിൻ്റെ അത്തരമൊരു താല്പര്യത്തെയും ബോധ്യത്തെയുമാണ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. വി.ടി. രമ, അവസാനമായി ഈ പറഞ്ഞ നിലയിൽ അന്വേഷണത്തെ രാഷ്ട്രീയ വഴികളിലൂടെ വഴിതിരിച്ചു വിട്ടാൽ എല്ലാ കാലവും എപ്പോഴും വിജയിക്കണമെന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഒരു വിജ്ഞാപനം ഇവിടെ കേന്ദ്ര ഏജൻസിക്ക്, കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് വലിയ വിലങ്ങായി മാറും. ഒരുപക്ഷെ അവർ അത് ശ്രദ്ധിക്കാതെ വളരെ തിടുക്കത്തിൽ മാസങ്ങളോളം ഒരു രാഷ്ട്രീയ വിവാദം കൊണ്ടുപോകാൻ കഴിയുന്നൊരു സാധ്യത മാത്രമാക്കി CBI നിലനിർത്താം എന്നാണ് ധരിച്ചതെങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ കോടതിയിൽ അതിനെ ചലഞ്ച് ചെയ്തതോടെ മാസങ്ങളുടെ പോലും ആയുസില്ലാത്ത ഒരു പ്രതിബന്ധം ഹൈക്കോടതിയിൽ രൂപപ്പെടുകയാണോ? CBIക്ക് തിരിച്ചടിക്കുള്ള നല്ല സാധ്യതയുണ്ട് എന്നാണ് ഈ വിജ്ഞാപനം, കേന്ദ്രത്തിൻ്റെ തന്നെ വിജ്ഞാപനവും ഈ FCRAയിലെ ചട്ടങ്ങളും ബോധ്യപ്പെടുത്തുന്നതാണ് ആവർത്തിച്ചവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അത്രമേൽ തള്ളിക്കളയാവുന്നതുമല്ല. ഈ ചർച്ചയിൽ ഉയർന്നു കേട്ട കാര്യങ്ങൾ ആകെ പരിശോധിച്ചാൽ വി.ടി. രമ, ഇവര് അമെൻമെന്റ് FCRAയുടെ അമെൻമെന്റ് വന്നത് 2020 ജനുവരി 30-നാണ്. അതെ, അതിൽ തർക്കമില്ല അല്ലേ? അതിൽ തർക്കമില്ലല്ലോ. ഇല്ല. അതെ, അതിൻ്റെ മുന്നേ ആണ് നമ്മുടെ ലൈഫ് വന്നിരിക്കുന്നത് 11 ജൂലൈ 2019. ഇത് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല എന്ന് പറയുന്നു. മുൻകാല പ്രാബല്യമില്ല. മുൻകാല പ്രാബല്യം ഇല്ലെങ്കിൽ ഈ കേസ് ഇപ്പൊ ഈ പറഞ്ഞ ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, അത് ലൈഫിന്റെ കാര്യത്തിൽ ബാധകമാവില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതാണ് അങ്ങനെ അതിന്റെ ക്ലിപ്പിംഗ്സും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ബാധകമാവില്ല എന്നാണ് ഇപ്പൊ എന്റെ ഒരു റീഡിങ്. എനിക്ക് കേന്ദ്ര വിജ്ഞാപനം ബാധകമാവില്ല. കാരണം ഇത് 19 ജൂലൈ 11-നാണ് വന്നത്, 20 ജനുവരി 30-നാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സാധുതയും സാധ്യതയും അവിടെ ഉണ്ട്. ഞാൻ ഈ ടെക്നിക്കൽ കാര്യങ്ങളിൽ ഞാൻ എക്സ്പെർട്ട് അല്ലാത്തത് കൊണ്ടാണ് ഇൻഫർമേഷൻ ഓൺലി. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. കാരണം അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉയരുമ്പോൾ സ്വരാജ്, വി.ടി. രമ പറഞ്ഞത് ഇതിനൊരു മുൻകാല പ്രാബല്യമില്ല, അതുകൊണ്ട് തന്നെ അതിന് മുമ്പുള്ള ലൈഫ് മിഷൻ ആണ് ബേസിക് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിജ്ഞാപനം തടസ്സം സൃഷ്ടിക്കില്ല CBIയെ സംബന്ധിച്ച്. മലീഷ്യസ് ഇന്റൻഷനാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ശരത്ചന്ദ്ര പ്രസാദിന്റെ വാദം എടുത്താൽ. ഒരു സെന്റൻസ് കൂടി ചേർത്ത് ഒരു നിമിഷം. അല്ല, ഇതിന്റെ കൂടെ ഇതിപ്പോ FCRA വരുമ്പോഴും ഒരു ഏജൻസി പൂർത്തിയാക്കിക്കോളൂ വി.ടി. രമ. ഒരു ഏജൻസി അന്വേഷിക്കുമ്പോ ഒരു കേസ് തുടങ്ങുന്നു. ഇപ്പം തുടങ്ങിയ കേസിലാണോ ബാക്കി ഏജൻസികൾ നിൽക്കുന്നത്? അതിങ്ങനെ അത് ഓരോ വ്യത്യസ്തമായ ജൈറേറ്റ് ചെയ്ത് വരും, ഇങ്ങനെ വീശി വരും. അതുപോലെ FCRAയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ CBIക്ക് അന്വേഷിക്കാനുള്ള മേഖല കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഇതിലേക്ക് എടുത്തു വെക്കുന്നത്. അങ്ങനെ പറ്റും എന്നാണ്. അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും അനുമതികളൊന്നുമില്ലാതെ CBIക്ക് എൻട്രി ചെയ്യാം എന്നാണ്. ഒരു പോയിന്റിലല്ലോ കേസിന്റെ അന്വേഷണം. സ്വരാജ് പൂർത്തിയാക്കൂ, അവസാനിപ്പിക്കും. തീർച്ചയായും ഇവിടെ 9.5 കോടിയുടെ അഴിമതി എന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഈ പറയപ്പെട്ട ചർച്ച കേട്ട് തന്നെ മനസ്സിലാക്കിയത്, തിരുവനന്തപുരത്ത് UAE കോൺസുലേറ്റിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ കരാർ ഇവർക്ക് കൊടുക്കാം എന്നുള്ള ഉറപ്പിന്മേലുള്ള മറ്റേ കമ്മീഷൻ എന്നാണ് അതിൽ പരാമർശിച്ചത്. സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കുന്നല്ലേ ഇത്? ഏത് വലിയ കമ്മീഷൻ ആണെങ്കിൽ 20 കോടിക്ക് 9.5 കോടി കമ്മീഷൻ. അതെ. അപ്പോൾ അതിനെ തെറ്റായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ മലീഷ്യസ് ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? 140 പാവപ്പെട്ടവർക്ക് വീട് കിട്ടുന്നതാണ് മലീഷ്യസ് ഇന്റൻഷൻ എങ്കിൽ ആ മലീഷ്യസ് ഇന്റൻഷനെ ഞങ്ങളങ്ങ് സ്വീകരിക്കുന്നു. ഇവിടെ നമ്മുടെ മുൻപിലുള്ള പ്രശ്നം എന്താ? വടക്കാഞ്ചേരി MLA കൊടുത്ത പരാതി, ആ പരാതിയിൽ കോടികളുടെ കമ്മീഷൻ വഴി അഴിമതി നടത്തിയിരിക്കുന്നു എന്ന ആരോപണം നിങ്ങൾക്കില്ല. നിങ്ങളുടെ ആരോപണം എന്നാണ്. അത് സ്വീകരിച്ച് CBI രജിസ്റ്റർ ചെയ്ത FIR-ലും സെക്ഷൻ 35 റീഡ് വിത്ത് 3 FCRA ആക്ടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, FCRA ആക്ടിന്റെ ലംഘനം ഇനി ഉണ്ടായി എന്ന വാദത്തിന് വേണ്ടി സമ്മതിക്കാം, നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെയാണെങ്കിൽ ഈ പാവങ്ങൾക്ക് വീട് കിട്ടരുത് എന്നാണോ നിങ്ങളുടെ വാദം? അതോ ആ ലംഘനം അത് റെഗുലറൈസ് ചെയ്ത് അത് റാറ്റിഫൈ ചെയ്ത് കിട്ടണം എന്നാണോ ഒരു മലയാളി എന്ന നിലയിൽ ആവശ്യപ്പെടേണ്ടത്? എൻ്റെ സിമ്പിളായ ചോദ്യമാണ്. ഇനി ബഹുമാനിയായ BJP നേതാവ് പറയുന്നു ഈ 2020 വിജ്ഞാപനത്തിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല എന്ന് പറയുന്നു. അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ
റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് ഇതിന് ബാധകമല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നമുക്ക് FCRA ആക്ട് തന്നെ എടുക്കാം. അതിൽ ആരൊക്കെ ഈ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കരുത് എന്ന് കൃത്യമായി എണ്ണി പറയുന്നുണ്ട്. അതാണ് സെക്ഷൻ 3. ആ സെക്ഷൻ 3-ൽ കൺസ്ട്രക്ഷൻ ഏജൻസിയോ സമാന സ്വഭാവത്തിലുള്ള ആരെങ്കിലുമോ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. അവിടെ സ്ഥാനാർത്ഥി, നിയമനിർമ്മാതാവ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇതിൽ പോകുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ ഇവിടെ പറഞ്ഞല്ലോ, ഈ സെക്ഷൻ 3 പ്രകാരം തന്നെ ബിസിനസ്, അത് നേരത്തെ ഈ ചർച്ചയിൽ ഞാൻ തുടക്കത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. ആ റെലവന്റ് സെക്ഷൻ ഇവിടെ ഈ ചർച്ചയുടെ ഭാഗമായി ഞാൻ വായിക്കുകയുണ്ടായി. ഏത് വെച്ച് നോക്കിയാലും, ഞാനതാണ് പറഞ്ഞത്, FCRA ആക്ട് വെച്ച് തന്നെ നോക്കിയാലും, ഈ സെക്ഷൻ 35 റീഡ് വിത്ത് 3 വെച്ച് നോക്കിയാലും, 2020 വിജ്ഞാപനം വെച്ച് നോക്കിയാലും ഈ കേസ് നിൽക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വാദിച്ചിട്ടുള്ളത്. അതിന് പുറമെ ഡൽഹി പോലീസ് ആക്ട് നോക്കിയാലും കേരളത്തിലേക്ക് അങ്ങനെ ഓടി വരാൻ കഴിയില്ല എന്നാണ് ഞങ്ങളുടെ വാദം. ഏത് നിയമം വെച്ച് നോക്കിയാലും ഇത് നിലനിൽക്കില്ല എന്ന നിയമോപദേശമാണ് സർക്കാരിനും ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതെല്ലാം ദുഷ്ടലാക്കാണ്. അതായത് ചാനലിൽ വന്ന അഴിമതിയെക്കുറിച്ച് പറയുകയും പരാതി കൊടുക്കുമ്പോൾ ആ വാക്ക് മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ആരെയാണ് ഇങ്ങനെ കബളിപ്പിക്കുന്നത്? കോൺഗ്രസ് ആരെയാണ് കബളിപ്പിക്കുന്നത്? നിങ്ങൾ അഴിമതിയാണ് എതിർക്കുന്നതെങ്കിൽ അങ്ങനെ പറയാത്തത് എന്താണ്? അങ്ങനെ പറഞ്ഞാൽ ഈ അന്വേഷണം നടക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഈ പരാതി കൊണ്ട് എന്ത് നേട്ടമുണ്ടായി? 140 വീടുകളുടെ പണി നിലച്ചു. 140 പാവങ്ങൾ മേൽക്കൂരയില്ലാതെ ഇപ്പോഴും ആകാശത്തേക്ക് നോക്കിയിരിക്കേണ്ടി വരും. ഇതല്ലേ ഉണ്ടായത്? ഈ പുണ്യമല്ലേ നിങ്ങളുടെ ഈ പരാതി കൊണ്ട് കേരളത്തിന് ഇപ്പോൾ കിട്ടിയത്? പക്ഷേ ഏതായാലും ഇതിപ്പോൾ സ്വരാജ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിലും അതിന് നിന്നുകൊടുക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് സിബിഐയുടെ നീക്കത്തിനെതിരെ കോടതിയിൽ പോയതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതെ തീർച്ചയായും. ഞാൻ പറയുന്നത്, ഒരു വലിയ വികസന പദ്ധതിയുമായി ഒരു ഗവൺമെന്റ് മുൻപോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ എതിർപ്പുകളാവാം, അതിനെ രാഷ്ട്രീയമായി നേരിടും. പക്ഷേ ദുസ്വാധീനം ഉപയോഗിച്ച് കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവന്ന് കോൺഗ്രസ് BJP കൂട്ടുകെട്ട് CBIയുമായിട്ട് വരുമ്പോൾ അതിന് മൂക സാക്ഷികളായി നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ എവിടെ വേണേലും അന്വേഷിച്ചോ എന്ന് പറഞ്ഞു. ഇവിടെ കെട്ടിടം പണി നിന്നു, ഇവിടെ വീട് നിർമ്മാണം നിന്നു. അപ്പൊ ജനങ്ങളുടെ പക്ഷം പറയണ്ടേ? ഒരു നിമിഷം നമ്മുടെ സമയം തീരുന്നു. കോടതിയിൽ ചോദ്യം ചെയ്യണ്ടേ? ഒറ്റ നിമിഷം ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് അവിടെ കൈ ഉയർത്തിയതുകൊണ്ടാണ്. എന്താണെന്ന് വേഗം പറഞ്ഞു, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഒറ്റ മിനിറ്റോട് ഞാൻ പറഞ്ഞു തീർക്കാം. വേറൊന്നുമല്ല, ലൈഫ് മിഷന്റെ അഴിമതിയെ കുറിച്ച് വന്നപ്പോ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് രേഖാമൂലം എഴുതി കൊടുത്തു, അന്വേഷിക്കണം. അന്ന് മുഖ്യമന്ത്രി അന്വേഷിക്കാൻ തയ്യാറായില്ല. CBI വരുന്നു എന്നറിഞ്ഞപ്പോ തലേ ദിവസം വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. അഴിമതിയെ കുറിച്ച് പറയാതിരുന്നില്ല പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തു, ഇതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടു, ഒന്നും കൊടുത്തില്ല. സ്വരാജ് നമുക്ക് ചർച്ച നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വാദം അതാണ്, ഉന്നയിച്ച കാര്യങ്ങളാണ് അഴിമതി. ഇനിയിപ്പോ ഒരുപക്ഷെ വേണമെങ്കിൽ ഈ കേസിൽ അനിലക്കരയ്ക്ക് കക്ഷിയേരുക കൂടിയാകാമല്ലോ. ഒരു വാക്ക് പറഞ്ഞു നിർത്താം. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഇതില് CBI വരുന്നതിന്റെ തലേന്ന് ഏൽപ്പിച്ചു എന്നൊന്നും പറയരുത്. CBI നമ്മളോട് പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. ഞങ്ങൾ അടുത്ത ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടല്ലല്ലോ. അപ്പൊ ആ അറിവില്ല. പിന്നെ ഒറ്റ കാര്യം കൂടി പറയാം. ഇവിടെ BJP നേതാവ് പറഞ്ഞു തരും, ഞാൻ നേരത്തെ വായിച്ചതാണെന്നാലും അതിൽ സെക്ഷൻ 4B ഓർ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ടഡ് ബൈ ഹിം ഔട്ട്സൈഡ് ഇന്ത്യ വാങ്ങിക്കാം, സ്വീകരിക്കാം. അതുപോലെ തന്നെ C ആസ് ആൻ ഏജന്റ് ഓഫ് എ ഫോറിൻ സോഴ്സ് വിത്ത് ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇങ്ങനെ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കാവുന്നതിനെ കുറിച്ച് FCRA ആക്ട് തന്നെ പറയുന്നുണ്ട്. അത് വിശദമായി നോക്കിയാലും ഈ കേസ് നിൽക്കില്ല എന്നാണ് നിയമോപദേശം. സാധാരണ ഈ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ കോടതിയിലാണ് പരിശോധിക്കേണ്ടത്. പക്ഷേ ഈ ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു പൊതുസമൂഹത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ രൂപപ്പെടുത്തിയ ഘട്ടത്തിലാണ് എന്തുകൊണ്ടാണ് CBIയുടെ വരവിനെ സംസ്ഥാന സർക്കാർ എതിർക്കുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ ആ വാദത്തിന് നിലനിൽപ്പുണ്ടോ? പ്രതിപക്ഷത്തിൻ്റെയും അനിലക്കരയുടെയും CBIയുടെയും വാദത്തിൻ്റെ സാധ്യതകൾ എത്രമാത്രമുണ്ട്? രാഷ്ട്രീയ താല്പര്യങ്ങൾ അന്വേഷണ സംഘങ്ങളെ വഴിതിരിച്ചു വിടുന്നുണ്ടോ എന്നതുപോലെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണത്തിൻ്റെ ഈ പൊതുചർച്ചയുടെ ഭാഗമാക്കിയത് അതുകൊണ്ട് തന്നെയാണ്. അതിലെ ഓരോ ഘട്ടങ്ങളും കേന്ദ്രത്തിൻ്റെ സവിശേഷമായ വിജ്ഞാപനം CBIക്ക് തന്നെ തിരിച്ചടിയാകുമോ ഈ കേസ് അന്വേഷണത്തിൽ എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളും ഈ ചർച്ചയിൽ അടക്കം ഉയർന്നു വന്നു. അതൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇനി ഏതായാലും കോടതിയാണ് ഇക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതുവരെ ഏതായാലും ഈ രാഷ്ട്രീയ വിവാദവും ആരോപണങ്ങളും തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇതിൻ്റെ പല ഭാഗങ്ങൾ, പല വശങ്ങൾ ചർച്ച ചെയ്തത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.